മക്കളെ. സോ നമ്മുടെ ഫസ്റ്റത്തെ ക്ലാസ് ആണെന്ന്. സോ ഞാനും നിങ്ങളെ പോലെ തന്നെ ഭയങ്കര എക്സൈറ്റഡ് ആണ്. സോ മെയിൻലി നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2024 നമ്മുടെ PYQs ആണ് നമ്മൾ ഇന്ന് മെയിൻലി ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. സോ നിങ്ങളെല്ലാവരും വളരെ സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സോ നമ്മളെ സംബന്ധിച്ചോളം ഇനി കുറച്ച് ഡേയ്സും കൂടെ ഉള്ളൂ. സോ വളരെ സീരിയസ് ആയിട്ട് വളരെ രസമായിട്ട് നമുക്ക് എന്ത് ചെയ്യണം, നമ്മുടെ സിലബസിനെ പഠിച്ച് മൂവ് ഓൺ ചെയ്യേണ്ടതുണ്ട്. സോ ഇനിയുള്ള നിങ്ങളുടെ ഓരോ ഡേയ്സിലും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവുന്നതാണ്, നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഞാനിവിടെ ഉണ്ടാവുന്നതാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ CUT ട്യൂട്ടോറിയൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനുണ്ടാവുന്നതാണ്. സോ നമ്മുടെ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. സോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മുടെ കൂടെ ജോയിൻ ചെയ്യാം. വളരെ രസമായിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു സിലബസ് കവർ ചെയ്ത് പോകാൻ പറ്റും എന്നുള്ളതാണ് കേട്ടോ. സോ നമുക്കറിയാമല്ലേ, നമ്മുടെ എക്കണോമിക്സ് എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് നിങ്ങളിപ്പോൾ CUT UG എക്കണോമിക്സിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ സോ നിങ്ങളുടെ ഒരു ഫേവറേറ്റ് സബ്ജക്റ്റ് ആയിരിക്കും എക്കണോമിക്സ് എന്ന് പറയുന്നത് അല്ലേ. സോ നമ്മൾ ഇതിൻ്റെ ഡെഫിനിഷൻ തന്നെ കണ്ടിട്ടുണ്ടല്ലേ, സ്റ്റഡി ഓഫ് ഹ്യൂമൻ ബിഹേവിയർ അല്ലേ. നമ്മളെ കുറിച്ചിട്ടാണ് പഠിക്കുന്നതില്ലേ അല്ലേ. അപ്പോൾ വളരെയധികം രസമായിട്ട് വളരെയധികം എക്സാമ്പിൾസ് ഒക്കെ വെച്ചിട്ട് പഠിക്കാൻ പറ്റുന്ന ടോപ്പിക്സ് ആണ് നമുക്ക് എക്കണോമിക്സിലുള്ളത് അല്ലേ. ഇപ്പോൾ നമ്മുടെ NTA തന്നെ പറയുന്നുണ്ട് അല്ലേ, നിങ്ങൾ ഏതാണ് ഫോക്കസ് ചെയ്യേണ്ടത്, +2 ഓറിയൻറ്റഡ് ആയിട്ടുള്ള സിലബസ് ആണ് നിങ്ങളുടെ UG എക്സാമിന് വേണ്ടി നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്. അതിൻ്റെ വളരെ കറക്റ്റ് ആൻഡ് ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു സിലബസ് NTA സൈറ്റിൽ അവർ കൊടുത്തിട്ടുമുണ്ട്. സോ ആ ഒരു സിലബസ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് വെക്കുക. അതിൽ ഓരോ ടോപ്പിക്സും വളരെ സ്പെസിഫൈ ചെയ്തിട്ട് വളരെ അധികം എന്ത് ചെയ്യണം, ഫോക്കസ് ആയിട്ട് നമുക്ക് പഠിക്കേണ്ടതുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് വേണ്ടതാണ് ബൾക്ക് ഓഫ് ക്വസ്റ്റ്യൻസ്. അതായത് ഒരു എക്സാം, ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് ഏറ്റവും കൂടുതൽ നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻസ് ആണ്. എത്രത്തോളം ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യണം, നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. എത്രത്തോളം നമുക്ക് ഫെമിലിയർ ആക്കാൻ പറ്റും അത്രത്തോളം നമ്മൾ എന്ത് ചെയ്യണം, ക്വസ്റ്റ്യൻസ് ഫെമിലിയർ ആക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ മക്കൾ എന്ത് ചെയ്യുക, കൂടുതൽ ക്വസ്റ്റ്യൻസിന് എന്ത് ചെയ്യുക, ഫോക്കസ് കൊടുക്കണം. സോ നമ്മുടെ സിലബസിൽ ഓരോ ടോപ്പിക്കും കവർ ചെയ്യുന്നതിനനുസരിച്ചിട്ട് അതിൽ നിന്ന് ഏതൊക്കെ രീതിയിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാം, ഏതൊക്കെ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം, ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. സോ എന്ത് ചെയ്യുക, വളരെ സീരിയസ് ആയിട്ട് തന്നെ മൂവ് ഓൺ ചെയ്യുക. നിങ്ങളുടെ കൂടെ എന്തായാലും നമ്മൾ ഉണ്ടാവും. ഓക്കെ, സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ 2024 PYQs ആണ്. സോ ഞാൻ ഒരു 25 ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്ന് ഫോക്കസ് ചെയ്യുന്നത്. സോ റാൻഡംലി ചൂസ് ചെയ്തിട്ടുള്ള ഒരു 25 ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മളിന്ന് എടുക്കുന്നുണ്ടാവുക. സോ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ക്വസ്റ്റ്യൻസ് നോക്കുന്ന സമയത്ത് ഏതൊക്കെ രീതിയിൽ അതിൽ നിന്ന് നോളജ് അക്വയർ ചെയ്യാൻ പറ്റുന്ന ആ രീതിയിലൊക്കെ നിങ്ങൾ നോളജ് അക്വയർ ചെയ്യുക എന്നുള്ളതാണ്. ഓരോ ക്വസ്റ്റ്യൻസ് നമ്മൾ സോൾവ് ചെയ്യുന്ന സമയത്ത് ഏതൊക്കെ രീതി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുന്നതും അത് നമ്മൾ ഫോക്കസ് ചെയ്ത് പോകേണ്ടതുണ്ട്. അപ്പോൾ ക്വസ്റ്റ്യൻസ് കൂടുതൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൻ്റെ ഒരു ടാക്റ്റിക് ഐഡിയ ഒക്കെ നമുക്ക് കിട്ടും. അപ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൂടുതൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു കോൺഫിഡൻസും കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബിൽഡ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതാണ്. സോ എന്തുകൊണ്ട് നമ്മുടെ ഫസ്റ്റത്തെ ക്ലാസ് PYQ ഫോക്കസ് ചെയ്യുന്നുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ആൻസർ മാത്രമേ നമുക്ക് തരാനുള്ളൂ. കാരണം ഏറ്റവും കൂടുതൽ നമുക്ക് വേണ്ടത് എന്താണ്, ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. ഏറ്റവും കൂടുതൽ PYQs കിട്ടുന്ന അത്രത്തോളം നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, സോ എന്തായാലും നമുക്ക് നമ്മുടെ സെഷനിലേക്ക് പോവാം അല്ലേ. സോ നോക്കാം അല്ലേ. അപ്പോൾ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ എന്തായിരിക്കും, ഒരു 25 ക്വസ്റ്റ്യൻസ് ഉള്ളൂ കേട്ടോ. അത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നല്ല, വളരെ സിമ്പിളായിട്ട് നോക്കാവുന്ന വെറും 25 ക്വസ്റ്റ്യൻസ് മാത്രമേ നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, സോ പോവാം അല്ലേ. നമ്മുടെ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ. എന്താണ് ക്വസ്റ്റ്യൻ പറയുന്നത്? സോ നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ, നിങ്ങൾക്ക് കിട്ടുന്ന ആൻസേഴ്സ് എന്ത് ചെയ്യുക, നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടാം കേട്ടോ. നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സോ ഞാൻ എന്തായാലും ഇങ്ങനെ പറഞ്ഞു പോകും, അപ്പോൾ നിങ്ങളും അതിൻ്റെ കൂടെ തന്നെ പോവാം. ഇത് എൻ്റെ ഒരു 1 man ഷോ അല്ല കേട്ടോ. അപ്പോൾ എൻ്റെ കൂടെ തന്നെ നിങ്ങളും എന്ത് ചെയ്യുക, പഠിച്ചു പോകുക എന്നുള്ളതാണ്. സോ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസേഴ്സ് നിങ്ങൾ എന്ത് ചെയ്യുക, അപ്പം തന്നെ എന്ത് ചെയ്യുക, നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക എന്നുള്ള കേട്ടോ. നമ്പർ ഇട്ടിട്ട് തന്നെ ഇട്ട് പോവാം. അപ്പോൾ 1 ആണെങ്കിൽ 1 ഇട്ടിട്ട് അതിൻ്റെ ആൻസർ സോ ABCD അല്ലെങ്കിൽ 1 2 3 4 എന്നുള്ള രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ആൻസർ ചെയ്ത് പോവുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ എന്താ ചോദിക്കുന്നത്, Government of India enacted the Right to Education Act in 2009 to make freedom education a fundamental right of all children in the age group of years. എന്താണ് ചോദിച്ചിട്ടുള്ളത്? നമുക്കറിയാം നമ്മുടെ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് 2009 വന്നിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് പ്രകാരം എന്താണ്, ഫ്രീ ആൻഡ് കമ്പൾസറി എഡ്യൂക്കേഷൻ ആണ്. ഇത് ഫണ്ടമെന്റൽ റൈറ്റ് ആയിട്ട് ആഡ് ചെയ്തിട്ടുണ്ട് അല്ലേ. സോ ഇതിൽ ചോദിച്ചിട്ടുള്ള ഏതാണ്, നമ്മൾ ഈ ഒരു ഫ്രീ ആൻഡ് കമ്പൾസറി എഡ്യൂക്കേഷൻ കൊടുക്കുന്നത് ഏത് ഏജ് ഗ്രൂപ്പിലുള്ള ആളുകൾക്കാണ്? ഇതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുള്ളത്. ഏത് ഏജ് ഗ്രൂപ്പിലുള്ള ചിൽഡ്രൻ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഫ്രീ എഡ്യൂക്കേഷൻ കൊടുക്കുന്നത് എന്നാണ് ബേസിക്കലി ഇതിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ. സോ ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു ക്വസ്റ്റ്യനിൽ നിന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യണം, മാക്സിമം നോളജ് നമ്മൾ എന്ത് ചെയ്യണം, അക്യൂർ ചെയ്തെടുക്കണം. ഒരു ക്വസ്റ്റ്യനിൽ നിന്ന് മാക്സിമം എത്രത്തോളം കീറി മുറിച്ച് പഠിക്കാൻ പറ്റും അത്രത്തോളം നമ്മൾ എന്ത് ചെയ്യണം, കീറി മുറിച്ച് പഠിക്കണം. സോ നിങ്ങൾ ആൻസർ കണ്ടു അല്ലേ. ഓക്കെ, സോ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. ഓക്കെ, കുഴപ്പമില്ല, നിങ്ങൾ ആൻസർ കണ്ടു അല്ലേ, കുഴപ്പമില്ല. ഓക്കെ, സോ ഇതിൽ എന്താണ് പറയുന്നത്, നമുക്കറിയാം അല്ലേ. ഇതിൽ നമ്മുടെ എഡ്യൂക്കേഷൻ ആക്ട് വന്നിട്ടുള്ളത് ഏത് ഇയർ ആണ്, 2009 ഇത് നിങ്ങൾ എന്ത് ചെയ്യണം, ഫോക്കസ് ചെയ്യണം. എന്തുകൊണ്ട് 2009 ഫോക്കസ് ചെയ്യണമെന്ന് ഞാൻ പറയാനുള്ള കാരണം,
ഈ പ്രാവശ്യം അല്ലെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനെയാണ് ചോദിച്ചിട്ടുള്ളതെങ്കിൽ നെക്സ്റ്റ് ടൈം എന്ത് ചോദിക്കാം, ഈ ഒരു എഡ്യൂക്കേഷൻ ആക്ട് വന്ന് ഇയർ ചോദിക്കാം. അപ്പം അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുന്നുണ്ട്, പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പോൾ എത്രത്തോളം നമുക്ക് നോളജ് എക്വയർ ചെയ്യാൻ പറ്റുന്നോ അത്രത്തോളം നോളജ് എന്ത് ചെയ്യണം, നമ്മൾ എന്ത് ചെയ്യണം, എക്വയർ ചെയ്തെടുക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ എന്താണ് 2009 എന്ത് ചെയ്തിട്ടുള്ളത്, നമ്മുടെ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് എന്ത് ചെയ്തിട്ടുള്ളത്, ഫണ്ടമെന്റൽ റൈറ്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നത് അല്ലേ. അപ്പോൾ ഈ ഒരു ഇയറിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. സോ നമുക്കറിയാം, നമ്മൾ ഓൾറെഡി ആൻസർ കണ്ടു അല്ലേ. അപ്പോൾ ആൻസർ കണ്ടത് പ്രകാരം ഏതാണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്, 6 to 14 years ആണ് കേട്ടോ. അതായത് 6 years മുതൽ 14 years വരെയുള്ള ചിൽഡ്രൻ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫ്രീ എഡ്യൂക്കേഷൻ കൊടുക്കുന്നത് അല്ലേ. എന്ത് പ്രകാരം, റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് 2009 പ്രകാരം. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്തായാലും ഞാൻ നിങ്ങളെ കാണിക്കില്ല. ഓക്കെ ഫൈൻ. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം അല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പോവല്ലേ. ഓക്കെ, 6 to 14 years. Next question. Arrange the following item in current സീക്വൻസ്. അതായത് നമുക്ക് നമ്മുടെ CUT എക്സാമിന് ഏറ്റവും കൂടുതൽ എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് എന്ത് പറയുന്നത്, അതിൻ്റെ ക്രോണോളജി ചോദിക്കുക എന്നുള്ളത്. അതായത് ആദ്യം എന്ത് സംഭവിച്ചു, അവസാനം എന്ത് സംഭവിച്ചു അല്ലേ, അതിൻ്റെ മിഡിൽ വേർഷനിൽ എന്ത് സംഭവിച്ചു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ ബോത്ത് CUT UG ആൻഡ് PGക്ക് നമുക്ക് ഫ്രീക്വൻലി നമ്മൾ കാണുന്ന ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു ക്രോണോളജി എന്ന് പറയുന്നത്. പ്ലസ് നമ്മുടെ നെറ്റ് എക്സാമിന് കേട്ടോ, നെറ്റ് എക്സാമിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സ്പെക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഇതിലെന്താണ്, നമ്മൾ ഓരോന്നും ഹാപ്പൻ ആയിട്ടുള്ള ഇയേഴ്സ് എന്ത് ചെയ്യണം, നമുക്ക് ആദ്യം അറിയണം അല്ലേ. എങ്കിൽ മാത്രമല്ലേ നമുക്ക് ക്രോണോളജി കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ, ഏത് ആദ്യം ഹാപ്പനായി ഏത് അവസാനം ഹാപ്പനായി. ഇത് മനസ്സിലാക്കണേ നമുക്ക് എന്ത് വേണം, ഇതിൻ്റെ ഇയേഴ്സ് എന്ത് ചെയ്യണം നമുക്ക് അറിയണം അല്ലേ. അപ്പോൾ ഫസ്റ്റത്തെ കോമ്പറ്റീഷൻ ആക്ട് ഏത് ഇയറാ, ആർക്ക് പറയാൻ പറ്റും, ജസ്റ്റ് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേ. കോമ്പറ്റീഷൻ ആക്ട് ഏത് ഇയറാ വന്നിട്ടുള്ളത്. സോ കോമ്പറ്റീഷൻ ആക്ട് വരുന്നത് ഏത് ഇയറാണ്, 2002 എന്ത് പറയുന്നത്, കോമ്പറ്റീഷൻ ആക്ട് വരുന്നത് അല്ലേ. 2002 കോമ്പറ്റീഷൻ ആക്ട് വരുന്നത് അല്ലേ. ഫെമയാണോ ആദ്യം ഉണ്ടായിട്ടുള്ളത്, ഫെറയാണോ ആദ്യം ഉണ്ടായിട്ടുള്ളത്? എന്താ ഫെമ ആൻഡ് ഫെറ, ഒരാളുടെ പേര് പോലെ ഇരിക്കുന്നത് അല്ലേ. എന്താ ഫെറ, എന്താ ഫെറ എന്ന് പറയുന്നത് ഫോറിൻ എക്സ്ചേഞ്ച് റെഗുലേഷൻ ആക്ട് ആണ് കേട്ടോ. ഫെമ എന്ന് പറയുന്നത് എന്താണ്, ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ് ആക്ട് ആണ് അല്ലേ. അപ്പോൾ ഫോറിൻ എക്സ്ചേഞ്ച് റെഗുലേഷൻ ആക്ട് ആണ് ആദ്യം ഉണ്ടാവുന്നത്. ദെൻ ആണ് എന്തുണ്ടാകുന്നത്, ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ് ആക്ട് ഉണ്ടാകുന്നത്. അതായത് ഈ റെഗുലേഷനിൽ നിന്ന് നമ്മൾ എങ്ങോട്ടേക്ക് മൂവ് ഓൺ ചെയ്യാണ്, നമ്മൾ മാനേജ്മെന്റിലേക്ക് മൂവ് ഓൺ ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം ഹാപ്പൻ ആയിട്ടുള്ള ഏതാണ്, ഫെറ ആണ് അല്ലേ. ഫെറ ഹാപ്പൻ ആയിട്ടുള്ളത് ഏത് ഇയർ ആണ്, ഫെറ ഹാപ്പൻ ആയിട്ടുള്ള ഏത് ഇയർ ആണ്, 1973 ആണോ? യെസ്, 1973 എന്ത് ചെയ്തിട്ടുള്ളത്, നമ്മുടെ ഫെറ ഹാപ്പൻ ആയിട്ടുള്ളത്. ഫെമയോ, ഫെമ ഏത് ഇയർ ആണ് ഹാപ്പൻ ആയിട്ടുള്ളത്, 1999 ഫെമ ഹാപ്പൻ ആയിട്ടുള്ളത്. MRTP ആക്ട് എന്താണ്, MRTP ആക്ട് മൊണോപോളീസ് ആൻഡ് റെസ്ട്രിക്റ്റീവ് ട്രേഡ് പ്രാക്ടീസ് ആക്ട് ആണ് എന്ന് പറഞ്ഞത്, MRTP ആക്ട്. അപ്പോൾ ഇതിൻ്റെ ഓരോ ഫുൾ ഫോമുകൾ നിങ്ങൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കി വെക്കണം കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഈ പ്രാവശ്യം ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്, നെക്സ്റ്റ് ടൈം എന്ത് ചോദിക്കാം, ഇതിൻ്റെ ഫുൾ ഫോമുകൾ ചോദിക്കാം. സോ നിങ്ങൾക്കൊരു എന്താ പറയുക, നമുക്കറിയാമല്ലേ മാച്ച് ദ ഫോളോയിങ് ഉണ്ടായിരിക്കും അല്ലേ. അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റണം, കറക്റ്റായിട്ട് എന്ത് ചെയ്യണം, അത് മാച്ച് ചെയ്യാൻ പറ്റണം. അപ്പോൾ MRTP ആക്ട് എന്ന് പറഞ്ഞത് എന്താണ്, മൊണോപോളീസ് ആൻഡ് റെസ്ട്രിക്റ്റീവ് ട്രേഡ് പ്രാക്ടീസ് ആക്ട് ആണ് എന്ന് പറയുന്നത്. MRTP ആക്ട് എന്ന് പറയുന്നത് ഏത് ഇയർ ആണ്, 1969 എന്ത് വന്നിട്ടുള്ളത്, MRTP ആക്ട് വന്നിട്ടുള്ളത്. 1969 എന്ത് വന്നിട്ടുള്ളത്, MRTP ആക്ട് വന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഒരു ഏകദേശം ഒരു ഐഡിയ നമുക്ക് കിട്ടിയിട്ടില്ലേ, ഏതാണ് ആദ്യം ഹാപ്പൻ ആയിട്ടുള്ളത്, ഏതാണ് ഏറ്റവും അവസാനം ഹാപ്പൻ ആയിട്ടുള്ളത്. ഇതിനെക്കുറിച്ചുള്ള ഒരു ബേസിക് ഐഡിയ എന്ത് കിട്ടിയിട്ടുണ്ട്, നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ലേ. സോ നമുക്കറിയാം ഏതാണ് ആദ്യം ഹാപ്പൻ ആയിട്ടുള്ളത്, ഓഫ് കോഴ്സ് ആരാണ്, ഫെറയാണ് അല്ലേ. 1973 ആരാണ്, ഫെറയാണ് ആദ്യം ഹാപ്പൻ ആയിട്ടുള്ളത്. സോ സി വരുന്ന ഓപ്ഷൻ ഏതാണുള്ളതിൽ, സി വരുന്ന ഓപ്ഷൻ. സോ ഫെറ എങ്ങനെയാണ് ഹാപ്പൻ ആവുക, ഫെറ 1973 അല്ലേ. സോ MRTP അല്ലേ ഫസ്റ്റ് ഹാപ്പൻ ആയിട്ടുള്ളത്. സോ ഡി ആണ് ഫസ്റ്റ് ഹാപ്പൻ ആയിട്ടുള്ളത് അല്ലേ. 1969 ഡി അല്ലേ ഫസ്റ്റ് ഹാപ്പൻ ആയിട്ടുള്ളത്. സോ MRTP ആണ് ഫസ്റ്റ് ഹാപ്പൻ ആയിട്ടുള്ളത്. സോ ഡി ഓപ്ഷൻ വരുന്നത്, അതായത് ഫസ്റ്റ് ഹാപ്പൻ ആയിട്ടുള്ള ഡി ആണ് നമുക്ക് കിട്ടി. സോ ഓപ്ഷൻ എന്തുള്ളത്, ഫസ്റ്റ് വരുന്ന ഒരൊറ്റ ഓപ്ഷനുള്ള ഏതാണ്, 3 ആണ് അല്ലേ. 3 നമുക്കറിയാം എന്താണ്, ഡി ആദ്യം ഹാപ്പൻ ആയി. സി, സോ ഡി ആണ് ഫസ്റ്റ് ഹാപ്പൻ ആയി കിട്ടി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സിമ്പിൾ ആയില്ലേ. സോ തേർഡ് നോക്കുക എന്താണ്, ഡി ആണ് ഫസ്റ്റ് വരുന്നത്. ദെൻ സെക്കൻഡ് ഏതാണ്, സി അല്ലേ. 1969 കഴിഞ്ഞിട്ട് 1973 ഫെറയാണ് സെക്കൻഡ് വരുന്നത് അല്ലേ. അപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്, സി ആണ് സെക്കൻഡ് വരുന്നത്. ദെൻ ബി, ബി ഏതാണ്, ഫെമയാണ് അല്ലേ ഏറ്റവും തേർഡ് വരുന്നത്. ഫെമയാണ് ഏറ്റവും തേർഡ് വരുന്നത് 1999. ദെൻ ഏറ്റവും അവസാനം വരുന്നത് 2002 നമ്മുടെ കോമ്പറ്റീഷൻ ആക്ട്. സോ ഇതിൻ്റെ കറക്റ്റ് ആൻസർ എത്രയാണ്, ഏതാണ്, 3 ആണ് അല്ലേ. DCBA ആണ് എന്ന് പറയുന്നത് ഇതിൻ്റെ
കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. സോ ഇത് നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ? കിട്ടിയിട്ടുണ്ടോ സാധനം? ഗസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ? ഓക്കെ. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നതാണ് DCB ആണ് എന്ന് പറയുന്നത് ഇതിൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. സോ തേർഡ് ക്വസ്റ്റ്യൻ എന്താണ്? Under the flexible exchange rate, when the price of the domestic currency is in the term of foreign currency increases, it is called. സോ നമുക്കറിയാലേ എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഇസ് എ പ്രൈസ് ഓഫ് വൺ കറൻസി ഇൻ ടേംസ് ഓഫ് അതർ കറൻസി അല്ലേ. നമ്മൾ നമ്മുടെ കറൻസിൻ്റെ പ്രൈസ് ഡിറ്റർമിൻ ചെയ്യാണ് അല്ലേ, നമ്മുടെ കറൻസിൻ്റെ വാല്യൂനെ നമ്മൾ ഡിറ്റർമിൻ ചെയ്യാണ് ഇൻ ടേംസ് ഓഫ് അതർ കറൻസി അല്ലേ. ഇതിനാണ് നമ്മൾ എന്ത് പറയാം? എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയാം അല്ലേ, ഫോറിൻ എക്സ്ചേഞ്ച് റേറ്റ് എന്ന് നമ്മൾ പറയുന്നത് അല്ലേ. സോ നമുക്കറിയാം ഫോറിൻ എക്സ്ചേഞ്ച് റേറ്റ് നമുക്ക് എന്തുണ്ട്? ഫ്ലെക്സിബിൾ ഉണ്ട്, ഫിക്സ്ഡ് ഉണ്ട്, മാനേജർ ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റ് ഉണ്ട് അല്ലേ. അപ്പോൾ 3 വേർഷൻ ഓഫ് എക്സ്ചേഞ്ച് റേറ്റുകൾ നമുക്ക് കാണാൻ പറ്റും അല്ലേ. ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? വളരെ ഫ്രീ ആയിട്ട് എന്ത് ചെയ്യാണ്? സപ്ലൈ ഓഫ് കറൻസിയും അതുപോലെ തന്നെ ഡിമാൻഡ് ഫോർ കറൻസിയും തമ്മിൽ എന്ത് ചെയ്യാണ്? നമ്മുടെ എക്സ്ചേഞ്ച് റേറ്റിനെ ഡിറ്റർമിൻ ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയാം? ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുന്നത് അല്ലേ. ഇപ്പോൾ ഫിക്സ്ഡ് എന്തായിരിക്കും? ഫിക്സ്ഡ് എന്ന് പറയുന്നത് ഒരു രാജ്യത്തിലെ ഗവൺമെന്റ് ഓർ RBI എന്ത് ചെയ്യാണ്? എക്സ്ചേഞ്ച് റേറ്റിന് എന്ത് ചെയ്യുക? ഫിക്സ് ചെയ്ത് വെക്കുക. ഇതിനാണ് നമ്മൾ എന്ത് പറയുക? ഫിക്സ്ഡ് എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയും. ഇതിൽ രണ്ടിനും കൂടി ഒരു മിക്സ്ഡ് വേർഷനാണ് ആക്ച്വലി എന്ത് പറയുന്നത്? മാനേജ്ഡ് ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ 2 പോയിന്റാണ് നിങ്ങൾ ബേസിക്കലി ഫോക്കസ് ചെയ്യുന്നത്. ഒന്നെന്ന് വെച്ചാൽ ഇവിടെ തന്നിട്ടുള്ളതിൽ അത് ഫ്ലെക്സിബിൾ ആണോ ഫിക്സ്ഡ് ആണോ എന്നുള്ളത് നമ്മൾ നോക്കണം. സോ ഫസ്റ്റ് പറയുന്നത് എന്താണ്? ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ് ആണ് അല്ലേ. ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ് ആണ്. ദെൻ എന്താണ് പറയുന്നത്? പ്രൈസ് ഓഫ് ദി ഡൊമസ്റ്റിക് കറൻസി ഇൻ ടേംസ് ഓഫ് അതർ കറൻസി ഇൻക്രീസ് ആണോ ഡിക്രീസ് ആണോ എന്നുള്ളത് കൂടെ നമ്മൾ നോക്കണം. സോ ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ് ആണെന്നുള്ളത് നമുക്കറിയാം, അത് എന്ത് ചെയ്യാണ്? ഇൻക്രീസ് ചെയ്യാന്നറിയാം അല്ലേ. പ്രൈസ് ഓഫ് നമ്മുടെ ഡൊമസ്റ്റിക് കറൻസി എന്ത് ചെയ്യാണ്? ഇൻക്രീസ് ചെയ്യാന്ന് നമുക്കറിയാം. സോ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ നമ്മുടെ ഡിമാൻഡ് ഫോർ കറൻസിയും സപ്ലൈ ഓഫ് കറൻസിയും കൂടെ ചേർന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ എക്സ്ചേഞ്ച് റേറ്റ് ഡിറ്റർമിൻ ചെയ്യുന്നെങ്കിൽ നമുക്ക് എന്ത് പറയാം? അതിനെ ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം എന്ന് പറയാം അല്ലേ. ഇങ്ങനെ ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റത്തിൽ ഡിമാൻഡ് ഫോർ കറൻസിൻ്റെയും സപ്ലൈ ഓഫ് കറൻസിൻ്റെയും സ്വാധീനത്താൽ നമ്മുടെ ഡൊമസ്റ്റിക് കറൻസിൻ്റെ വാല്യൂ കൂടുന്നുണ്ടെങ്കിൽ, ഇൻക്രീസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് എന്താണ് പറയുന്നുണ്ടാവാൻ? അപ്രീസിയേഷൻ എന്നാണ് പറയാം. എന്നാൽ ഡിമാൻഡ് ഫോർ കറൻസിയും സപ്ലൈ ഓഫ് കറൻസിൻ്റെയും ഇൻഫ്ലുവൻസ് പ്രകാരം നമ്മുടെ ഡൊമസ്റ്റിക് കറൻസിൻ്റെ വാല്യൂ കുറയുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? അതിനെ ഡിപ്രീസിയേഷൻ എന്ന് പറയാം. ഡിവാലുവേഷനോ? സോ വളരെ ഡെലിബറേറ്റഡ് ആയിട്ട് ഗവൺമെൻറ്റോ RBI ചേർന്നിട്ട് എന്ത് ചെയ്യാണ്? നമ്മുടെ കറൻസിൻ്റെ വാല്യൂ കുറയ്ക്കുന്നതിന്, ഡെലിബറേറ്റ് ആയിട്ട് കുറയ്ക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയുക? ഡീവാലുവേഷൻ എന്ന് പറയുന്നത്. ഡെലിബറേറ്റ് ആയിട്ട് നമ്മുടെ കറൻസിൻ്റെ വാല്യൂനെ കൂട്ടുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? റീവാലുവേഷൻ എന്ന് പറയുന്നത്. സോ ഇവിടെ നമ്മളോട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ എന്താ? അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഡീവാലുവേഷനും റീവാലുവേഷനും എന്തിൻ്റെ അണ്ടറിൽ വരുന്നതാണ്? ഫിക്സ്ഡിൻ്റെ അണ്ടറിൽ വരുന്നതാണ് കേട്ടോ. ഫിക്സ്ഡ് എക്സ്ചേഞ്ച് റേറ്റിൻ്റെ അണ്ടറിലാണ് എന്ത് വരുന്നത്? ഡിവാലുവേഷനോ റീവാലുവേഷനോ വരുന്നത്. ആൻഡ് ഡിപ്രിസിയേഷൻ ആൻഡ് അപ്രിസിയേഷൻ വരുന്നത് എവിടെയാണ്? നമ്മുടെ ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റത്തിലാണ് വരുന്നത്. ഈ ഒരു ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റത്തിൽ നമുക്ക് ഒന്നും കൂടെ വിളിക്കാം. എന്താണ്? ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റ് എന്നും നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വിളിക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ ചോദിച്ചുള്ള ക്വസ്റ്റ്യൻ എന്താണ്? ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ് ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യേണ്ട? ഡിവാലുവേഷനോ റീവാലുവേഷനോ നമുക്ക് മൈൻഡ് ചെയ്യേണ്ട. നമുക്ക് എന്ത് ചെയ്താൽ മതി? ഒന്നിക്കൽ അത് ഡിപ്രിസിയേഷനോ അപ്രിസിയേഷനോ ആവും അല്ലേ. എന്നാൽ ഇവിടെ ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം പ്രകാരം എന്താ പറയുന്നത്? പ്രൈസ് ഓഫ് ദി ഡൊമസ്റ്റിക് കറൻസി എന്ത് ചെയ്യാണ്? ഇൻക്രീസ് ചെയ്യുന്നതിനെ കുറിച്ചിട്ടാണ് പറയുന്നത് അല്ലേ, കൂടുന്നതിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ എന്താണ്? ഇൻക്രീസ് ചെയ്യുക അല്ലേ. നമുക്കറിയാം ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റത്തിൽ നമ്മുടെ ഡിമാൻഡ് ഫോർ കറൻസിയും സപ്ലൈ ഓഫ് കറൻസിയും കൂടെ ചേർന്നിട്ട് എന്ത് ചെയ്യാണ്? നമ്മുടെ ഡൊമസ്റ്റിക് കറൻസിൻ്റെ വാല്യൂ കൂട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? അതിനെ അപ്രീസിയേഷൻ എന്ന് പറയാം. സോ ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്താണ്? അപ്രീസിയേഷൻ ഓഫ് ദി ഡൊമസ്റ്റിക് കറൻസി എന്നുള്ളതാണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. എന്തുകൊണ്ട് അപ്രീസിയേഷൻ വന്നു? ഇവിടെ എന്ത് ചെയ്യാണ്? ഡൊമസ്റ്റിക് കറൻസിയുടെ പ്രൈസ് എന്ത് ചെയ്യാണ്? ഇൻക്രീസ് ചെയ്യാണ് അല്ലേ. എന്തിൻ്റെ അടിസ്ഥാനത്തിൽ? നമ്മുടെ ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റത്തിൽ ഡിമാൻഡ് ഫോർ കറൻസിയും സപ്ലൈ ഓഫ് കറൻസിൻ്റെയും ഇൻഫ്ലുവൻസ് പ്രകാരം നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മുടെ ഡൊമസ്റ്റിക് കറൻസിൻ്റെ പ്രൈസ് ലെവൽ എന്ത് ചെയ്യാണ്? ഇൻക്രീസ് ചെയ്യാനല്ലേ. സോ നമുക്ക് എന്ത് പറയാം? ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്താണ്? അപ്രീസിയേഷൻ ഓഫ് ദി ഡൊമസ്റ്റിക് കറൻസി എന്ന് പറയാം. സോ ആൻസർ കിട്ടിയോ? ഓക്കെ ആണോ? ഓക്കെ. സോ നമുക്ക് നോക്കാം അല്ലേ ആൻസർ എന്താണെന്നുള്ളത്. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് യെസ്, അപ്രീസിയേഷൻ ആണ് എന്ന് പറയുന്നതിൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. സോ ഫോർത്ത് ക്വസ്റ്റ്യൻ എന്താണ് ചോദിക്കുന്നത്? ഫോർത്ത് ക്വസ്റ്റ്യനിൽ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഇതിൽ ട്രൂ ആയിട്ട് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് സെലക്ട് ചെയ്യാനാണ് ഫോർത്ത് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അതായത് ഇതിൽ ഏതൊക്കെയാണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്, അതാണ് ബേസിക്കലി നമ്മളോട് ചോദിക്കുന്നത്. സോ ഇതിൽ കൊടുത്തിട്ടുള്ള ഏതാണ്? ക്വാണ്ടിറ്റേറ്റീവ് ടൂൾസ് കൺട്രോൾ ദ എക്സ്റ്റെൻറ്റ് ഓഫ് ദി മണി സപ്ലൈ ബൈ ദ ചേഞ്ച് ഇൻ ദ CRR. സോ ഇറ്റ് ഈസ് എൻറ്റയർലി എന്താണ്? ഡിപ്പെൻഡ്സ് ഓൺ വാട്ട്? ഈ സ്റ്റേറ്റ്മെന്റ് എല്ലാം ഡിപ്പെൻഡ് ചെയ്യുന്നത് ഏത് പോളിസിയുമായിട്ടാണ്? ഏത് പോളിസിയാണ്? ഈ സ്റ്റേറ്റ്മെന്റ് എല്ലാം ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്മുടെ മോണിറ്ററി പോളിസി ആയിട്ടാണ് കേട്ടോ. മോണിറ്ററി പോളിസി ആരാണ് നടപ്പിലാക്കുന്നത്? ഓഫ് കോഴ്സ് ആരാണ്? RBI ആണ് അല്ലേ.
സോ നമ്മുടെ ഫിസിക്കൽ പോളിസി നടപ്പിലാക്കുന്നതായിരിക്കും ഗവൺമെൻറ് ആയിരിക്കും അല്ലേ. സോ നമുക്കറിയാം നമ്മുടെ ഇക്കണോമിയിൽ എന്തെങ്കിലും തരത്തിലുള്ള ഡിസീക്വിലിബ്രിയം സംഭവിക്കുകയാണെങ്കിൽ അതിനെ ഈക്വിലിബ്രിയത്തിൽ എത്തിക്കുന്നത് ആരായിരിക്കും? നമ്മുടെ മോണിറ്ററി പോളിസിയിലൂടെ RBIയും അതുപോലെ തന്നെ ഫിസിക്കൽ പോളിസിയിലൂടെ നമ്മുടെ ഗവൺമെൻറ്റും ആയിരിക്കും. സോ മോണിറ്ററി പോളിസി പഠിക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ടൂൾസ് ഉണ്ട് അതിൽ പഠിക്കാൻ. ക്വാണ്ടിറ്റേറ്റീവ് ടൂൾസ് ഉണ്ട്, ക്വാളിറ്റേറ്റീവ് ടൂൾസ് ഉണ്ട്, അതുപോലെ തന്നെ അതിൽ ഓരോ ടൈപ്സുണ്ട്. CRR ഉണ്ട്, SLR ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ റിപ്പോ ഉണ്ട്, റിവേഴ്സ് ഉണ്ട്, ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ ഉണ്ട്. ഇനി ക്വാളിറ്റേറ്റീവിൽ വരുന്ന സമയത്ത് മോറൽ സുവേഷൻ ഉണ്ട്, ഡയറക്റ്റ് ആക്ഷൻ ഉണ്ട്, അതുപോലെ തന്നെ ക്രെഡിറ്റ് റേഷനിങ് ഉണ്ട്, അതുപോലെ തന്നെ സെലക്റ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ ഉണ്ട്. അങ്ങനെ ഒരുപാട് ടൂൾസ് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ഇവിടെ ബേസിക്കലി നമ്മൾ നോക്കേണ്ടത് ഓരോ ടൂൾസും ഏതിൻ്റെ അണ്ടറിലാണെന്നുള്ളത് നമുക്ക് ഒരു ഐഡിയ ഉണ്ടാവണം. ഇപ്പോൾ ക്വാണ്ടിറ്റേറ്റീവ് ടൂൾസിൻ്റെ അണ്ടറിൽ വരുന്നതാണ് CRR, SLR, ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ, റിപ്പോ, റിവേഴ്സ് റിപ്പോ, ഇതൊക്കെ. അപ്പോൾ ഇവിടെ ബേസിക്കലി ക്വാണ്ടിറ്റേറ്റീവ് ആണോ ക്വാളിറ്റേറ്റീവ് ആണോ എന്നുള്ളൊരു ബേസിക് ഐഡിയ നമുക്ക് ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പറയുന്നതാണ് ക്വാണ്ടിറ്റേറ്റീവ് ടൂൾസിനെ കുറിച്ചാണ്. സോ നമുക്കറിയാം ക്വാണ്ടിറ്റേറ്റീവ് ടൂൾസിന്റെ അണ്ടറിലാണ് ആക്ച്വലി എന്ത് വരുന്നത്? CRR വരുന്നത് അല്ലേ. സോ ക്വാണ്ടിറ്റേറ്റീവ് ടൂൾസ് കൺട്രോൾ ദ എക്സ്റ്റെൻറ്റ് ഓഫ് ദി മണി സപ്ലൈ ബൈ ദ ചേഞ്ച് ഇൻ ദ CRR. ഓഫ് കോഴ്സ് നമുക്കറിയാം അല്ലേ, ഈ മോണിറ്ററി പോളിസി കൊണ്ടുവന്നിട്ടുള്ളതിന് എന്തിനു വേണ്ടിയിട്ടാണ്? മണി സപ്ലൈയിൽ ചേഞ്ച് വരുത്താൻ വേണ്ടിയിട്ടാണ് അല്ലേ. അപ്പോൾ CRR എന്ന് പറയുന്നത് എന്താണ്? ക്യാഷ് റിസർവ് റേഷ്യോ ആണ് അല്ലേ. അതായത് കൊമേഴ്ഷ്യൽ ബാങ്ക് നമ്മുടെ RBIയുടെ കയ്യിൽ നിർബന്ധമായിട്ടും റിസർവ് ആക്കി വെക്കേണ്ട ഒരു എമൗണ്ടിനെയാണ് നമ്മൾ എന്ത് പറയുക? CRR എന്ന് പറയുന്നത്. സോ ക്വാണ്ടിറ്റേറ്റീവ് ടൂൾസ് ആണ് CRR എന്ന് പറയുന്നത്. ഈ CRRൽ മാറ്റം വരുത്തി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മണി സപ്ലൈനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൺട്രോൾ ചെയ്യാൻ പറ്റും. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താ? കറക്റ്റാ. സെക്കൻഡ് എന്താ പറയുന്നത്? ദർ ആർ 2 ടൈപ്പ് ഓഫ് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ, ഔട്ട് റൈറ്റ് ആൻഡ് അപ്പ് റൈറ്റ്. ഇങ്ങനൊരു ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ ടൈപ്സിന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ക്വസ്റ്റ്യനബിൾ ആണ് അല്ലേ. സോ നമുക്ക് എന്ത് ചെയ്യാം? ക്വസ്റ്റ്യനബിൾ ആക്കി വെക്കണോ? ഓക്കെ, ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഗവൺമെൻറ് സെക്യൂരിറ്റീസ് സെല്ല് ചെയ്യുക, ബൈ ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഈ പറഞ്ഞ ഇതിന് ഇക്കണോമിയിൽ എന്തെങ്കിലും ഡിസ്ഇക്വിലിബ്രിയം സംഭവിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിന് ഈക്വിലിബ്രിയത്തിലേക്ക് എത്തിക്കണം എന്ത് ചെയ്താൽ മതി? നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ RBI എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ബൈ ചെയ്യുകയും സെല്ല് ചെയ്യുന്നതിലൂടെ ഇൻഫ്ലേഷനെയും അതുപോലെ തന്നെ റിസഷൻ ഓർ ഡിപ്രഷനൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷന് 2 ടൈപ്പായിട്ട് ഇവിടെ കൊടുത്തിട്ടുള്ളത് എന്താണ്? ഔട്ട് റൈറ്റ് ആൻഡ് അപ്പ് റൈറ്റ് ആണ്. സോ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഈ ഒരു ഔട്ട് റൈറ്റ് എന്ന് പറയുന്നത് ആക്ച്വലി നമ്മൾ പെർമനൻ്റ് ആയിട്ട് എന്ത് ചെയ്യുക? സെക്യൂരിറ്റീസ് സെല്ല് ചെയ്യുക. അതിനാണ് നമ്മൾ ഔട്ട് റൈറ്റ് എന്ന് പറയുന്നത്. എന്നാൽ അപ്പ് റൈറ്റ് എന്ന് പറയുന്ന ഒരു ടേം എന്തില്ല നമ്മുടെ ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ്റെ ടൈപ്പായിട്ട് എന്ത് ചെയ്തിട്ടില്ല, നമ്മൾ കൊടുത്തിട്ടില്ല. ഇതിന് പകരം നമ്മൾ കൊടുത്തിട്ടുള്ളത് റിപ്പോ ബേസ്ഡ് റൈറ്റുകളാണ്. റിപ്പോ ബേസ്ഡ് സ്കീമാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്? ഈ ഒരു ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ നമ്മൾ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ആക്ച്വലി റോങ് ആണ്. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? റോങ് ആണ്. സോ C എന്താ കൊടുത്തിട്ടുള്ളത്? എ ഫോൾ ഇൻ ദി ബാങ്ക് റേറ്റ് ക്യാൻ ഡിക്രീസ് ഇൻ ദ മണി സപ്ലൈ. ബാങ്ക് റേറ്റ് എന്താണ്? നമുക്കറിയാം ലോങ് ടേം ആയിട്ട് എന്ത് ചെയ്യാണ്? നമ്മുടെ ഒരു കൊളാറ്ററലും ഇല്ലാതെ നമ്മുടെ കൊമേഴ്ഷ്യൽ ബാങ്കിന് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ RBIയുടെ കയ്യിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും? ലോൺ എടുക്കാൻ പറ്റും. ഈ ലോൺ എടുക്കുന്ന സമയത്ത് നമ്മുടെ കൊമേഴ്ഷ്യൽ ബാങ്ക് RBIക്ക് നിർബന്ധമായിട്ട് കൊടുക്കുന്ന റൈറ്റ് ഓഫ് ഇൻട്രസ്റ്റിനെയാണ് നമ്മൾ എന്ത് പറയുക? ബാങ്ക് റേറ്റ് എന്ന് പറയുന്നത് അല്ലേ. ഈ റൈറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൂട്ടാണെങ്കിൽ ആക്ച്വലി എന്ത് സംഭവിക്കും? നമ്മുടെ കൊമേഴ്ഷ്യൽ ബാങ്കിൻ്റെ കയ്യിൽ റിസർവ്സ് കുറയുകയും അതായത് ലോൺ എടുക്കുന്ന ആ ലോണബിൾ ഫണ്ട് എക്സ്പെൻസീവ് ആയിട്ട് മാറുകയും കുറച്ച് മാത്രമേ ഇക്കണോമിയിലേക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? മണി സപ്ലൈ ആയിട്ട് കൊണ്ടുപോകാൻ ആർക്ക് പറ്റുള്ളൂ? നമ്മുടെ കൊമേഴ്ഷ്യൽ ബാങ്കിന് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ എന്താ സ്റ്റേറ്റ്മെന്റ് പറയുന്നത്? ഫോൾ ഇൻ ദി ബാങ്ക് റേറ്റ് ക്യാൻ ഡിക്രീസ് ഇൻ ദി മണി സപ്ലൈ. ആക്ച്വലി ഫോൾ ഇൻ ദി ബാങ്ക് റേറ്റ് ക്യാൻ ബി ഡിക്രീസ് ഇൻ ദി മണി സപ്ലൈ അല്ല, ഫോൾ ഇൻ ബാങ്ക് റേറ്റ് ക്യാൻ ബി ഇൻക്രീസ് ഇൻ മണി സപ്ലൈ ആണ്. അതായത് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്ന ഇത്ര മാത്രമേ ഉള്ളൂ. അതായത് നമ്മൾ നോക്കാം, ബാങ്ക് റേറ്റ് കൂടാണെങ്കിൽ നമ്മുടെ ആര് കൊടുക്കുന്ന? നമ്മുടെ കൊമേഴ്ഷ്യൽ ബാങ്ക് കൊടുക്കുന്ന റൈറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്താണ്? കൂടാണ് എന്നുള്ളതാണ് അർത്ഥം. ദാറ്റ് മീൻസ് ലോൺ ബിക്കം എക്സ്പെൻസീവ് ആവും, എന്ത് ചെയ്യും? മണി സപ്ലൈ കുറയും എന്നുള്ളതാണ്. എന്നാൽ ബാങ്ക് റേറ്റ് കുറയുക എന്ന് പറയുമ്പോൾ ആക്ച്വലി എന്തായിരിക്കും? കൊമേഴ്ഷ്യൽ ബാങ്കിന് എന്ത് ചെയ്യാൻ പറ്റും? വളരെ ചീപ്പറായിട്ട് എന്ത് ചെയ്യണം? RBIയുടെ കയ്യിൽ നിന്ന് ലോൺ കിട്ടാൻ എന്ത് ചെയ്യാൻ പറ്റും? ലോൺ ബിക്കം എന്ത് ചെയ്യാണ്? ചീപ്പറായിട്ട് മാറുന്ന സമയത്ത് കൊമേഴ്ഷ്യൽ ബാങ്കിന് എന്ത് ചെയ്യാൻ പറ്റും? വളരെ ചീപ്പസ്റ്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൽ എന്ത് ചെയ്യാൻ പറ്റും? പബ്ലിക്കിലേക്ക് കൂടുതൽ ലോൺ കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ എന്ത് ചെയ്യും? മണി സപ്ലൈ കൂടും എന്നുള്ളതാണ്. അപ്പോൾ ബാങ്ക് റേറ്റ് കൂടുന്ന സമയത്ത് മണി സപ്ലൈ കുറയുകയും ബാങ്ക് റേറ്റ് കുറയുന്ന സമയത്ത് മണി സപ്ലൈ കൂടുകയാണ് ചെയ്യുക. അപ്പോൾ ഇവിടുത്തെ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എന്തായിരിക്കും? ഇറ്റ് ഇസ് റോങ്. ഓക്കെ, ഇതെന്തായിരിക്കും? റോങ് ആയിരിക്കും. ഓക്കെ, ദെൻ D എന്താ പറയുന്നത്? സെല്ലിംഗ് ഓഫ് ദി ബോണ്ട് ബൈ ദ RBI ലീഡ്സ് ടു ദ റിഡക്ഷൻ ഇൻ ദ ക്വാണ്ടിറ്റി ഓഫ് ദി റിസർവ്സ്. എന്താണ്? നമുക്കറിയാം ഇത് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ ആണ് അല്ലേ. ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ എന്ത് ചെയ്യാണ്? RBI കൊമേഴ്ഷ്യൽ ബാങ്കിന് ബോണ്ട് സെല്ല് ചെയ്യുകയാണെങ്കിൽ കൊമേഴ്ഷ്യൽ ബാങ്കിന് കൈമുള്ള ഈ റിസർവ് മണിയൊക്കെ ആരുടെ കയ്യിലേക്ക് എത്തും? RBIയുടെ കയ്യിലെത്തും. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എന്താണ്? കറക്റ്റ് ആണ്. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എന്താണ്? D സ്റ്റേറ്റ്മെന്റ് എന്താണ്? കറക്റ്റ് ആണ്. ഈ എന്താ പറയുന്നത്? ദ RBI ക്യാൻ ഇൻഫ്ലുവൻസ് ദ മണി സപ്ലൈ ബൈ ദ ചേഞ്ച് ഇൻ ദ റൈറ്റ് അറ്റ് വിച്ച് ദ ഗിവൺ ലോൺ ടു ദ കൊമേഴ്ഷ്യൽ ബാങ്ക്. നമ്മുടെ റിപ്പോ റേറ്റ്, അതായത് ബാങ്ക് റേറ്റ് എന്ന് പറയുന്നത് എന്താണ്? ആക്ച്വലി ലോങ് ടേം
എന്താണ് ലോണബിൾ ഫണ്ട് ആണെങ്കിൽ നമ്മുടെ റിപ്പോ റേറ്റ് എന്ന് പറയുന്നത് ഷോർട്ട് ടേം ആണ്. അപ്പോൾ ഇവിടെ ആക്ച്വലി എന്താ ഉദ്ദേശിക്കുന്നത്, ഈ ഒരു റേറ്റ് അറ്റ് വിച്ചിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ മണി സപ്ലൈനെ കൺട്രോൾ ചെയ്യാൻ പറ്റും, അതായത് RBIക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇവിടെ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതും എന്താണ് ആക്ച്വലി കറക്റ്റ് ആണ്. അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് കറക്റ്റ്, AD ആണ് എന്ന് പറയുന്നത് നമ്മുടെ കറക്റ്റ് ആൻസേഴ്സ് ആയിട്ട് വരുന്നത്. സോ ഇതിലെവിടെയാണ് ADE വരുന്നത്, സോ 4th വൺ അല്ലേ, സോ 4th വൺ ഇസ് ദ കറക്റ്റ് ആൻസർ അല്ലേ. 4th വൺ ആണ് എന്ത് പറയുന്നത് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, 4th വൺ തന്നെയാണോ? യെസ്. So 5th question, if the value of the investment multiplier is 5 and the increase in the income is 800 crores in an economy, then find the value of the change in the investment in the economy. So നമുക്ക് എന്ത് വേണം, മൾട്ടിപ്ലയറിന് ഇക്വേഷൻ വേണം അല്ലേ. മൾട്ടിപ്ലയർ എന്താ പറയുന്നത്, മൾട്ടിപ്ലയർ ആരെ കൊണ്ടുവന്നിട്ടുള്ളത്, JM കെയ്ൻസ് ആണ്. അദ്ദേഹം പറയുന്നത് എന്താണ്, ഇനീഷ്യൽ സ്റ്റേജിൽ നമ്മളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഇടാണെങ്കിൽ അതിൻ്റെ ഒരു മൾട്ടിപ്ലയർ എഫക്റ്റ് എന്ത് ക്രിയേറ്റ് ചെയ്യപ്പെടും, ഇൻകം ക്രിയേഷൻ ഉണ്ടാവും എന്നാണ് ആര് പറയുന്നത്, നമ്മുടെ JM കെയ്ൻസ് പറയുന്നത്. അതുകൊണ്ടാണ് JM കെയ്ൻസ് ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, അഗ്രിഗേറ്റ് ഡിമാൻഡിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, MPCക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, കൺസംഷൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, ഗവൺമെൻറ് എക്സ്പെൻഡിച്ചറിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അല്ലേ. അതായത് നമ്മുടെ അഗ്രിഗേറ്റ് ഡിമാൻഡ് കൂടിക്കഴിഞ്ഞാൽ ആക്ച്വലി എന്ത് സംഭവിക്കുള്ളൂ, ഇക്കണോമി ആക്ടിവിറ്റീസ് ബൂസ്റ്റ് ആവുള്ളൂ, ഇക്കണോമി എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, റിസഷനിൽ നിന്നും ഡിപ്രഷനിൽ നിന്നും എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, റിക്കവർ ചെയ്ത് വരാൻ പറ്റും എന്നുള്ളതാണ് അല്ലേ. സോ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ മൾട്ടിപ്ലയറിൻ്റെ ഇക്വേഷൻ നമുക്ക് വേണം അല്ലേ. കെയ്ൻസിൻ്റെ മൾട്ടിപ്ലയർ ഇക്വേഷനെ കാണിക്കുന്ന ഏതാണ്, സിമ്പിൾ K ആണല്ലേ. K ഈക്വൽ ടു എന്താ വരാ, 1 ഡിവൈഡഡ് ബൈ 1 മൈനസ് MPG ആണല്ലേ. 1 ഡിവൈഡഡ് ബൈ 1 മൈനസ് MPG ആണ് എന്ന് പറയുന്നത് നമ്മുടെ മൾട്ടിപ്ലയറിൻ്റെ ഇക്വേഷൻ ആയിട്ട് വരുന്നത് അല്ലേ. സോ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം, ശരിക്കും മൾട്ടിപ്ലയർ എന്ന് പറയുന്നത് എന്താണ്, K ഈക്വൽ ടു ഡെൽറ്റ Y ബൈ ഡെൽറ്റ I. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, ആക്ച്വലി ഡെൽറ്റ Y ബൈ ഡെൽറ്റ I കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, ഇനീഷ്യലി നമ്മളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുകയാണെങ്കിൽ അതിൻ്റെ മൾട്ടിപ്ലയർ എഫക്റ്റ് എന്തുണ്ടാക്കും, ഇൻകത്തിൽ ചേഞ്ച് ഉണ്ടാവും. അതായത് ചേഞ്ച് ഇൻ ഇൻവെസ്റ്റ്മെൻറ്റ് ലീഡ്സ് ടു ദ ചേഞ്ച് ഇൻ ഇൻകം. ഇതാണ് ആക്ച്വലി എന്ന് പറയുന്നത് മൾട്ടിപ്ലയർ പറയുന്നത് അല്ലേ. സോ ഇവിടെ നമുക്കറിയാം K എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുണ്ട് 5 ആണ് K എന്ന് പറയുന്നത് അല്ലേ. 5 ഈസ് ഈക്വൽ ടു ഡെൽറ്റ Y എന്ന് പറയുന്നത് എത്രയാണ്, 800 ആണ് ഡെൽറ്റ Y ആയിട്ട് നമുക്ക് തന്നിട്ടുള്ളത് അല്ലേ. സോ നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുള്ളതാണ് ഫൈൻഡ് ദ വാല്യൂ ഓഫ് ദി ചേഞ്ച് ഇൻ ഇൻവെസ്റ്റ്മെൻ്റ് ആണല്ലേ. ചേഞ്ച് ഇൻ ഇൻവെസ്റ്റ്മെൻ്റ് ആണ് നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുള്ളത്. സോ വളരെ സിമ്പിളാണ്, എന്താ ചെയ്താൽ മതി, ഈ ഒരു ചേഞ്ച് ഇൻ ഇൻവെസ്റ്റ്മെൻറ്റിന് എന്ത് ചെയ്താൽ മതി, നമുക്ക് ഇക്വേഷൻ്റെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം അല്ലേ. ചേഞ്ച് ഇൻ ഇൻവെസ്റ്റ്മെൻറ്റിനെ നമുക്ക് എന്ത് ചെയ്യാം, ഇക്വേഷൻ്റെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം. ഡെൽറ്റ Iനെ നമുക്ക് എന്ത് ചെയ്യാം, ലെഫ്റ്റിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, നമ്മുടെ മൾട്ടിപ്ലയർ വാല്യൂവിനെ എന്ത് ചെയ്താൽ മതി, റൈറ്റിലേക്ക് കൊണ്ടുവന്നാൽ മതി അല്ലേ. 800 ഡിവൈഡഡ് ബൈ 5 ഈസ് ഈക്വൽ ടു എത്ര കിട്ടി നമുക്ക്, എത്ര കിട്ടിയടാ, 160 crores ആണ് നമുക്ക് കിട്ടിയിട്ടുള്ള ആൻസർ. 160 crores ആണ് നമുക്ക് കിട്ടിയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. സോ ദിസ് ഈസ് എ കറക്റ്റ് ആൻസർ. എന്താണ്, 4th വൺ ഈസ് എ കറക്റ്റ് ആൻസർ. ഓക്കെ, കൺഫ്യൂഷൻ ഒന്നും ഇല്ലല്ലോ, സിമ്പിൾ അല്ലേ, കൺഫ്യൂഷൻ വരാനൊന്നുമില്ല, സിമ്പിൾ കാൽക്കുലേഷനാണ്. ഓക്കെ, സോ 160 crores അല്ലേ. സോ ഇനി നമുക്ക് തന്നിട്ടുള്ള 6th ക്വസ്റ്റ്യൻ ഏതാണ്, ഡെബിറ്റ്സ് വാട്ട് ഹാസ് ആക്ച്വലി ഹാപ്പൻ, ദ ഡാഷ് ഡെബിറ്റ്സ് വാട്ട് ഹാസ് ആക്ച്വലി ഹാപ്പൻ. നമുക്കറിയാം വാല്യൂസ് ആക്ച്വലി ഹാപ്പൻ ആവുന്നുണ്ട്, അതുപോലെ തന്നെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് അല്ലേ, നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്നത്, നമ്മൾ പ്ലാൻ ചെയ്യുന്നതൊക്കെ ഉണ്ട് അല്ലേ. എന്നാൽ അത് ആക്ച്വലി ഒക്കർ ആവുന്നതുകൊണ്ട് ഹാപ്പൻ ആവുന്നുണ്ട് അല്ലേ. ഇങ്ങനെ ഒക്കർ ആവുന്നല്ലേ, ആക്ച്വലി ഹാപ്പൻ ആവുന്ന ആ ഒരു വാല്യൂസിനെ നമ്മൾ വിളിക്കുന്ന ഒരു പേരെന്താന്നുള്ളതാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. എക്സ് ആൻഡ് വേരിയബിൾസ് ആണോ, എക്സ്പോസ് ആണോ, കോൺസ്റ്റന്റ് ആണോ, അല്ലെങ്കിൽ വേരിയബിൾ ആണോ, എന്താണ് ഇതിൽ കറക്റ്റ് ആൻസർ ആയിട്ട് ഏതാണ് വരുന്നുണ്ടാവാം. സോ ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് എക്സ്പോസ് ആണ് കേട്ടോ. എക്സ്പോസ്ഡ് ആണ് എന്ന് പറയുന്നത് ഇതിൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. സോ എന്താണ്, ആക്ച്വലി ഒക്കർ ആവുന്നല്ലേ, ആക്ച്വലി ഹാപ്പൻ ആവുന്ന ആ ഒരു വാല്യൂസിനെയാണ് ആക്ച്വലി നമ്മൾ എന്ത് പറയുന്നത്, എക്സ്പോസ് എന്ന് പറയുന്നത് കേട്ടോ. എന്നാൽ നമ്മൾ പ്ലാൻ ചെയ്യുന്നല്ലേ, നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ആ ഒരു വാല്യൂസിനാണ് നമ്മൾ എന്ത് പറയുന്നത്, എക്സ് ആൻഡ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ഇതിൽ കൺഫ്യൂഷൻ വരാൻ പാടില്ല. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, യെസ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഈ ഒരു പാരഗ്രാഫ് വായിച്ചു വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം നിങ്ങളുടെ കിളി പോയിട്ടുണ്ടാവും, ആ രീതിയിലായിരിക്കും ഇത് കൊടുത്തിട്ടുണ്ടാവുക ഈ ഒരു പാസേജിൽ. സോ പാരഡോക്സ് ത്രിഫ്റ്റ് തിയറി എന്താണെന്നുള്ളത് ബേസിക്കലി ഞാൻ പറഞ്ഞത്. സോ പാരഡോക്സ് ത്രിഫ്റ്റ് തിയറി കൊണ്ട് ഇത്ര മാത്രമാണ് ഉദ്ദേശിക്കുന്നത്, മോർ സേവിങ് ലീഡ്സ് ടു ദ ലെസ് സേവിങ് എന്നുള്ളതാണ്. അതായത് എല്ലാവരും, സൊസൈറ്റിയിൽ എല്ലാവരും സേവ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത് എന്തിലേക്ക് നയിക്കുമെന്നാണ് പറയുന്നത്, ലെസ് സേവിങ്ങിലേക്ക് നയിക്കുമെന്നാണ് പറയുന്നത്. ഇതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, പാരഡോക്സ് ത്രിഫ്റ്റ് തിയറി എന്ന് പറയുന്നത്. അതെങ്ങനെയായിരിക്കും, അതായത് നമ്മളെല്ലാവരും സേവ് ചെയ്യുന്ന എന്തിനു വേണ്ടിയിട്ടാണ്, നമുക്ക് കൂടുതൽ സേവ് ചെയ്യാനും കൂടുതൽ വെൽത്ത് ഉണ്ടാക്കാനും കൂടുതൽ റിച്ച് ആവാനും വേണ്ടിയിട്ടാണ് അല്ലേ. എന്നാൽ ഇക്കണോമിയിലെ എല്ലാവരും ഇതുപോലെ സേവ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത് എന്തിലേക്ക് നയിക്കും, ലെസ് സേവിങ്ങിലേക്ക് പോകും എന്നുള്ളതാണ് പാരഡോക്സ് ത്രിഫ്റ്റ് തിയറി പറയുന്നത്. അതെങ്ങനെയാണ്, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാം.
ഇപ്പോൾ എനിക്ക് കിട്ടുന്ന ഒരു ഇൻകം, എനിക്കൊരു 10,000 റുപ്പീസ് എന്ത് ചെയ്യുന്നുണ്ട് ഇൻകം കിട്ടുന്നുണ്ടെന്ന് വിചാരിക്കുക. ഞാൻ കൺസ്യൂം ചെയ്യുന്നത് വളരെ കുറച്ചുകൊണ്ട് എന്ത് ചെയ്യാണ്, ഞാൻ കൂടുതലായിട്ട് എന്ത് ചെയ്യാണ്, സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാണ്. അതായത് ഞാൻ വെറും 1,000 റുപ്പീസിന് മാത്രം കൺസ്യൂം ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, ബാക്കിയുള്ള 9,000 റുപ്പീസ് ഞാൻ എന്ത് ചെയ്യാണ്, സേവ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ ആക്ച്വലി എന്തായിരിക്കും സംഭവിക്കുന്നുണ്ടാവാം, എന്നെ സംബന്ധിച്ചോളം ആക്ച്വലി എന്ത് ചെയ്യുന്നുണ്ട്, എൻ്റെ സേവിങ്സ് കൂടുന്നുണ്ട്. സോ ഞാൻ വലുതായിട്ട് എന്തൊക്കെയോ ഡ്രീം ചെയ്യുന്നുണ്ട് അല്ലേ, എനിക്ക് ഇങ്ങനെ സേവ് ചെയ്ത് പോവുകയാണെങ്കിൽ ഇറ്റ്സ് ബെറ്റർ, എനിക്ക് നല്ല രീതിയിൽ റിച്ച് ആവാൻ പറ്റും, കുറച്ചൊക്കെ പൈസ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള രീതിയിലാണ് ഞാൻ തിങ്ക് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, എന്നെപ്പോലെ തന്നെ ഓരോരുത്തരും ഇത് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാലോ. അപ്പോൾ എന്നെപ്പോലെ തന്നെ നിങ്ങളും എന്ത് ചെയ്യാൻ പോവാണ്, കൂടുതലായിട്ട് സേവ് ചെയ്യാൻ പോവാണ്. എന്ത് ചെയ്യാണ്, നിങ്ങൾ എന്തെങ്കിലും കൺസ്യൂം ചെയ്യുന്നില്ല, നിങ്ങൾ സേവ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇവിടെയാണ് കെയ്ൻസിൻ്റെ ഏറ്റവും വലിയൊരു എന്താ പറയുക കോൺട്രിബ്യൂഷൻ കിടക്കുന്നത്. കെയ്ൻസ് പറയുന്നത് എന്താണ്, നിങ്ങൾ അപ്പോൾ കെയ്ൻസ് എന്താ പറയുന്നത്, നിങ്ങൾ ഡിമാൻഡ് ചെയ്താൽ മാത്രമേ പ്രൊഡക്ഷൻ ആക്ടിവിറ്റീസ് ഇക്കണോമിയിൽ ഉണ്ടാവുള്ളൂ. പ്രൊഡക്ഷൻ ആക്ടിവിറ്റീസ് ഉണ്ടെങ്കിൽ മാത്രമേ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവുള്ളൂ. എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെങ്കിൽ മാത്രമേ ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇൻകം കിട്ടുള്ളൂ, അവർ വീണ്ടും കൺസ്യൂം ചെയ്യുള്ളൂ, ഇക്കണോമിക് ഗ്രോത്ത് ഉണ്ടാവുള്ളൂ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഫോക്കസ് ചെയ്തിട്ടാണ് പാരഡോക്സ് ഓഫ് ത്രിഫ്റ്റ് തിയറി ഉള്ളത്. അതായത് എന്നെപ്പോലെ തന്നെ ഓരോരുത്തരും എന്ത് ചെയ്യാണ്, സേവ് ചെയ്യാണ്, എന്ത് ചെയ്യാണ്, കൺസ്യൂം ചെയ്യാതെ സേവ് ചെയ്ത് പോവുകയാണെങ്കിൽ എന്ത് സംഭവിക്കും, ഞാൻ ഡിമാൻഡ് ചെയ്യുന്നില്ല, ഞാൻ ഒരു ഗുഡ് പോലും ഡിമാൻഡ് ചെയ്യുന്നില്ല എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ആ ഗുഡ്സ് റിലേറ്റ് ചെയ്ത് വരുന്ന പ്രൊഡക്ഷൻ മേഖലയിൽ അതിൻ്റെ പ്രൊഡക്ഷൻ ആക്ടിവിറ്റീസ് കുറയുന്നു. പ്രൊഡക്ഷൻ ആക്ടിവിറ്റീസ് കുറയുമ്പോൾ അവിടെ ഉണ്ടാവുന്ന എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് കുറയുന്നു, അവർക്ക് ഇൻകം കിട്ടുന്നത് കുറയുന്നു. ഇൻകം കിട്ടുന്നത് കുറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി അത് എന്തിലേക്ക് നയിക്കും എന്നാണ് പറയുന്നത്, ലെസ് സേവിങ്ങിലേക്ക് നയിക്കും. നിങ്ങളൊന്ന് ആലോചിച്ച് വെക്കുക. അതായത് ഞാനിപ്പോൾ വാട്ടർ പറഞ്ഞപ്പോൾ ഞാൻ വാങ്ങുന്ന ഒരു പഞ്ചസാര ആയിക്കോട്ടെ, ഒരു ചായപ്പൊടി ആയിക്കോട്ടെ, ഞാൻ എന്ത് വേണേൽ എനിക്ക് വാങ്ങാം, അല്ലെങ്കിൽ എനിക്ക് എന്ത് വേണേൽ കൺസ്യൂം ചെയ്യാം. അപ്പോൾ ഞാൻ ഇത് കൺസ്യൂം ചെയ്യുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്യാണ്, കൺസംഷൻ കുറച്ചുകൊണ്ട് എന്ത് ചെയ്യാണ്, ഞാൻ കൂടുതൽ സേവ് ചെയ്യാമെന്ന് വിചാരിക്കുക. അപ്പോൾ ഞാൻ കൺസംഷൻ കുറയ്ക്കുമ്പോൾ ആ ഒരു പഞ്ചസാരൻ്റെയും ആ ഒരു ചായപ്പൊടിൻ്റെയും പ്രൊഡക്ഷൻ ആക്ടിവിറ്റീസ് കുറയുകയും അവിടെ നിൽക്കുന്ന ഓരോ ആളുകളും അൺഎംപ്ലോയിഡ് ആയിട്ട് മാറുകയും അവർക്ക് കിട്ടുന്ന ഇൻകം കുറയുകയും അവരുടെ സേവിങ്സ് കുറയുകയും ചെയ്യുന്നു. സോ ദാറ്റ് ഈസ് കോൾഡ് ദ പാരഡോക്സ് ഓഫ് ത്രിഫ്റ്റ് തിയറി. എന്താ പറയുന്നത്, മോർ സേവിങ് ലീഡ്സ് ടു ദ ലെസ് സേവിങ് എന്നുള്ളതാണ്. ഇതാണ് ബേസിക്കലി പാരഡോക്സ് ത്രിഫ്റ്റ് തിയറി പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താണ് ഈ ഒരു പാരഡോക്സ് ത്രിഫ്റ്റ് തിയറി ഫോക്കസ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് 4th one ആണ്. എന്താ പറയുന്നത്, ഇഫ് all the people of the economy increase in the proportion of the income they save, the total value of the saving in an economy will not increase, it will be either decline or the remains unchanged. എന്താ പറയുന്നത്, ഒരാൾക്ക് കിട്ടുന്ന ഇൻകം അയാൾക്ക് കൂടുതൽ കിട്ടുന്നുണ്ടായിരിക്കാം, ഇൻകം കൂടുന്നുണ്ടായിരിക്കാം. എന്നാൽ എന്താ സംഭവിക്കുന്നത്, ഇൻകം കൂടുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ കിട്ടുന്ന ഇൻകം മുഴുവൻ എന്ത് ചെയ്യണം, അയാൾ കൊണ്ടുപോയിട്ട് സേവ് ചെയ്യുകയാണെങ്കിൽ എന്ത് സംഭവിക്കും, ദാറ്റ്സ് ലീഡ്സ് ടു ദ ലെസ് സേവിങ് എന്നുള്ളതാണ് അല്ലേ. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമ്മുടെ ഡിമാൻഡ് ഇല്ലാത്തതുകൊണ്ട് തന്നെ പ്രൊഡക്ഷൻ ആക്ടിവിറ്റി ഉണ്ടാവില്ല, എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവില്ല, ഇൻകം ഉണ്ടാവില്ല, എന്തുണ്ടാവില്ല, സേവിങ്സും ഉണ്ടാവില്ല അല്ലേ. അപ്പോൾ ഇതാണ് ബേസിക്കലി എന്ത് പറയുന്നത്, പാരഡോക്സ് ത്രിഫ്റ്റ് തിയറി പറയുന്നത്. ഓക്കെ, ഒരു കോൺസെപ്റ്റ് ക്ലിയർ അല്ലേ. ദെൻ നെക്സ്റ്റ്, the value of MPS is increased from the 0.4 to 0.5. What would be the impact on the multiplier? So ഇവിടെ നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, മൾട്ടിപ്ലയർ എന്ന് പറയുന്നത് ആളുടെ കോൺസെപ്റ്റാണ്. മൾട്ടിപ്ലയർ എന്ന് പറയുന്നത് കെയ്ൻസിൻ്റെ കോൺസെപ്റ്റ് ആണല്ലേ. കെയ്ൻസ് എന്താ പറയുന്നത്, നിങ്ങളുടെ അഗ്രിഗേറ്റ് ഡിമാൻഡ് കൂട്ടുക, നിങ്ങളുടെ ഡിമാൻഡ് കൂട്ടുക. ഡിമാൻഡ് കൂട്ടിയാൽ മാത്രമേ എന്ത് സംഭവിക്കുള്ളൂ, ഇക്കണോമിയിലെ പ്രൊഡക്ഷൻ ആക്ടിവിറ്റീസും ഇക്കണോമി ബൂസ്റ്റ് ആവുള്ളൂ എന്നാണ് ആര് പറയുന്നത്, കെയ്ൻസ് പറയുക. അപ്പോൾ കെയ്ൻസ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്തിനാണ്, ഇഫക്റ്റീവ് ഡിമാൻഡിനാണ് അല്ലേ. ഇഫക്റ്റീവ് ഡിമാൻഡിനാണ് കെയ്ൻസ് ഏറ്റവും കൂടുതൽ എന്ത് കൊടുക്കുന്നത്, ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അല്ലേ. ആ ഒരു ഇഫക്റ്റീവ് ഡിമാൻഡിൽ അദ്ദേഹത്തിൻ്റെ സൈക്കോളജിക്കൽ ലോ കൺസംഷനിൽ അദ്ദേഹം എന്ത് പറയുന്നുണ്ട്, MPCനെ കുറിച്ചിട്ടും അതുപോലെ തന്നെ MPSനെ കുറിച്ചിട്ട് പറയുന്നുണ്ട് അല്ലേ. എന്താണ് MPS ആൻഡ് MPC? MPC എന്ന് പറയുന്നത് എന്താണ്, ഒരാൾ അയാളുടെ ഇൻകം കൂടുമ്പോൾ, അതായത് ഒരാൾക്ക് കിട്ടുന്ന ഇൻകം കൂടുന്നുണ്ടെങ്കിലും അതിൻ്റെ സെയിം പ്രൊപ്പോർഷനിൽ ഒരിക്കലും എന്ത് ചെയ്യില്ല, അയാളുടെ കൺസംഷൻ കൂടില്ല എന്നാണ് പറയുക. അതിൻ്റെ ഒരു ലെസ് ദാൻ പ്രൊപ്പോർഷനേറ്റിലായിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവുക, അയാളുടെ കൺസംഷൻ കൂടുന്നുണ്ടാവുക. ഇതിനാണ് ബേസിക്കലി നമ്മൾ എന്ത് പറയുക, MPC എന്ന് പറയുക. MPS എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ഒരാളുടെ ഇൻകം കൂടുന്നുണ്ടെങ്കിൽ ഒരിക്കലും അയാളുടെ സെയിം പ്രൊപ്പോർഷനിലായിരിക്കില്ല സേവിങ്സ് കൂടുന്നുണ്ടാവുക, അതിൻ്റെ ഒരു ലെസ് ദാൻ പ്രൊപ്പോർഷനേറ്റിലായിരിക്കും ഓഫ് കോഴ്സ് എന്ത് ചെയ്യുന്നുണ്ടാവുക, സേവിങ്സ് കൂടുന്നുണ്ടാവുക അല്ലേ. അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, മൾട്ടിപ്ലയർ കാണാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷൻ എന്താണ്, 1/1 - MPC ആണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ മൾട്ടിപ്ലയർ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് അല്ലേ. ഈ ഒരു MPCനെ ബേസ് ചെയ്തിട്ടാണ് മൾട്ടിപ്ലയറിൻ്റെ വാല്യൂ ഉള്ളത്. അതായത് MPC എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ കൺസംഷൻ ആണ് അല്ലേ. നമ്മുടെ കൺസംഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഡിമാൻഡാണ്. നമ്മുടെ കൺസംഷൻ കൂടുമ്പോൾ, നമ്മുടെ ഡിമാൻഡ് കൂടുമ്പോൾ പ്രൊഡക്ഷൻ ആക്ടിവിറ്റീസ് കൂടുന്നു, എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് കൂടുന്നു, ആളുകൾക്ക് കൂടുതൽ ഇൻകം കിട്ടുന്നു, ഇക്കണോമി ബൂസ്റ്റ് ആവുന്നു. ഇതാണ് ബേസിക്കലി
കെയ്ൻസിന്റെ ഒരു എഫക്റ്റീവ് ഡിമാൻഡ് എന്ന് പറയുന്ന കോൺസെപ്റ്റ്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, എന്താണ് മൾട്ടിപ്ലയർ പറയുന്നത്? ഇനീഷ്യലി നമ്മളൊരു ഇൻവെസ്റ്റ്മെന്റ് ഇടാണെങ്കിൽ അതിന്റെ ഒരു മൾട്ടിപ്ലയർ എഫക്റ്റ് ഇൻകം ജനറേഷൻ ഇക്കണോമിയിൽ ഉണ്ടാവും. ഇതാണ് മൾട്ടിപ്ലയർ പറയുന്നത്. അപ്പോൾ ഇവിടെ ആക്ച്വലി എന്താണ്, കൺസംഷൻ കൂടുമ്പോൾ, അതായത് MPC കൂടുമ്പോൾ എന്ത് സംഭവിക്കുന്നു? നമ്മുടെ മൾട്ടിപ്ലയറിന്റെ വാല്യൂ കൂടുന്നു. MPC കുറയുമ്പോൾ എന്ത് സംഭവിക്കുന്നു? മൾട്ടിപ്ലയറിന്റെ വാല്യൂ കുറയുന്നു. അതേപോലെ തന്നെ എന്താണ്, MPS കൂടുമ്പോൾ ആക്ച്വലി എന്ത് സംഭവിക്കുന്നു? മൾട്ടിപ്ലയറിന്റെ വാല്യൂ കുറയുന്നു. MPS കുറയുമ്പോൾ എന്ത് സംഭവിക്കുന്നു? മൾട്ടിപ്ലയറിന്റെ വാല്യൂ കൂടുന്നു. അതായത് ഈ ഒരു MPCയും അതുപോലെ തന്നെ നമ്മുടെ മൾട്ടിപ്ലയറും തമ്മിൽ എന്തായിരിക്കും? ഒരു പോസിറ്റീവ് റിലേഷൻഷിപ്പ് ആയിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ MPSഉം അതുപോലെ തന്നെ മൾട്ടിപ്ലയറും തമ്മിൽ എന്തായിരിക്കും? ഒരു നെഗറ്റീവ് റിലേഷൻഷിപ്പ് ആയിരിക്കും. ഓക്കെ, MPSഉം മൾട്ടിപ്ലയർ, അതായത് സേവിങ്സ് കൂടി കഴിഞ്ഞാൽ പ്രൊഡക്ഷൻ ആക്ടിവിറ്റീസ് ഉണ്ടാവില്ല, മൾട്ടിപ്ലയർ കുറയില്ലേ? അത്ര ആലോചിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ് നമ്മുടെ ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്? MPS എന്ത് ചെയ്യാണ്? 0.4 നിന്നും 0.5 ആയിട്ട് കൂടാണല്ലേ. MPCൻ്റെയും MPSൻ്റെ വാല്യൂ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നതായിരിക്കും 1 ആയിരിക്കും. അതായത് 1-ൻ്റെയും 0-ൻ്റെ ഇടയിലായിരിക്കും MPCൻ്റെയും MPSൻ്റെ വാല്യൂ ഉണ്ടാവുക അല്ലേ. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്? MPSൻ്റെ വാല്യൂ 0.4 നിന്ന് 0.5 ആയിട്ട് കൂടാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ എന്താ സംഭവിക്കുകയാണ്? നമുക്കറിയാം MPSൻ്റെ വാല്യൂ കൂടുമ്പോൾ മൾട്ടിപ്ലയർ കുറയും. സോ ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഏതാണ്? ദിസ് ദ ഫോർത്ത് വൺ അല്ലേ. ദ സൈസ് ഓഫ് മൾട്ടിപ്ലയർ വിൽ ബി ഡിക്രീസസ്. കിട്ടിയോ? ഓക്കെ ആണോ? കിട്ടിയോ? സിമ്പിൾ അല്ലേ? ഓക്കെ. സോ 9th ക്വസ്റ്റ്യൻ, നോമിനൽ ഇൻട്രസ്റ്റ് റേറ്റ് അല്ലേ. നമുക്കറിയാം റിയൽ വേരിയബിൾസ് ഉണ്ട്, അതുപോലെ നോമിനൽ വേരിയബിൾസ് ഉണ്ട്. നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് എന്തിലാണ്? റിയൽ വേരിയബിൾസിലായിരിക്കണം. നോമിനൽ എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ നോമിനൽ നമ്പേഴ്സ് മാത്രമാണ്. റിയൽ എന്ന് പറയുമ്പോൾ അതിൽ നമ്മൾ ഇൻഫ്ലേഷനെയും കൂടെ എന്ത് ചെയ്യും? ഇൻകോപ്പറേറ്റ് ചെയ്യും എന്നുള്ളതാണ് അല്ലേ. സോ നമുക്കറിയാം നമ്മുടെ റിയൽ വേരിയബിൾ കിട്ടാൻ വേണ്ടി, അല്ലെങ്കിൽ റിയൽ ഇൻട്രസ്റ്റ് റേറ്റ് കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം അല്ലേ. റിയൽ ഇൻട്രസ്റ്റ് റേറ്റ് കാണാനുള്ള ഇക്വേഷൻ എന്തായിരിക്കും? ഓർമ്മ ഉണ്ടോ? റിയൽ ഇൻട്രസ്റ്റ് റേറ്റ് കാണാനുള്ള ഇക്വേഷൻ എന്താ? ഓർമ്മല്ല? ഓക്കെ, റിയൽ ഇൻട്രസ്റ്റ് റേറ്റ് കാണാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. നോമിനൽ ഇൻട്രസ്റ്റ് റേറ്റ് മൈനസ് എന്താണ്? ഇൻഫ്ലേഷൻ ആണ് എന്ന് പറയുന്നത് റിയൽ ഇൻട്രസ്റ്റ് റേറ്റ് കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്. സോ അപ്പോൾ നോമിനൽ ഇൻട്രസ്റ്റ് റേറ്റ് കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ ഒരു മൈനസ് ഇൻഫ്ലേഷൻ നമ്മൾ എന്ത് ചെയ്യും? ഇങ്ങോട്ടേക്ക് കൊണ്ടുവരും അല്ലേ. ഇക്വേഷൻ ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ എന്ത് സംഭവിക്കും? അത് പ്ലസ് ഇൻഫ്ലേഷൻ ആവും. സോ റിയൽ ഇൻട്രസ്റ്റ് റേറ്റ് പ്ലസ് എന്താവും? ഇൻഫ്ലേഷൻ ആണ് എന്ന് പറയുന്നത് നമ്മുടെ നോമിനൽ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത്. സോ ഇതിന്റെ കറക്റ്റ് ആൻസർ ഏതാണ്? ദ റിയൽ ഇൻട്രസ്റ്റ് റേറ്റ് പ്ലസ് ഇൻഫ്ലേഷൻ ആണ് ആക്ച്വലി എന്ന് പറയുന്നത് നമ്മുടെ നോമിനൽ ഇൻട്രസ്റ്റ് റേറ്റ്. സിമ്പിൾ അല്ലേ? വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് NTA നിങ്ങൾക്ക് തരുന്നത്. വളരെ സിമ്പിളാണ്. ഇത് നമ്മളങ്ങോട്ട് ക്രാക്ക് ചെയ്തെടുത്താൽ മതി. ഓക്കെ, സോ 10th ക്വസ്റ്റ്യനിലേക്ക് പോവാം അല്ലേ. സോ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് നമ്മൾ എന്ത് ചെയ്യണം? ഐഡന്റിഫൈ ചെയ്യണം. അതായത് ഇതിൽ പറയുന്ന സ്റ്റേറ്റ്മെന്റുകൾ ഏതൊക്കെയാണ് കറക്റ്റ്, ഏതാണ് ഇൻകറക്റ്റ്, ഇതൊക്കെയാണ് ബേസിക്കലി നമ്മൾ നോക്കേണ്ടത്. സോ ഇതിൽ ഫസ്റ്റ് പറയുന്ന സ്റ്റേറ്റ്മെന്റ് എന്താ? എന്താ പറയുന്നത്? സ്റ്റോക്ക് ആൻഡ് ഫ്ലോ എന്തെങ്കിലും ഓർമ്മ ഉണ്ടോ? സ്റ്റോക്ക് എന്താ, ഫ്ലോ എന്താ, ഓർമ്മ ഉണ്ടോ? സ്റ്റോക്ക് എന്ന് പറയുന്നത് എന്താണ്? ഒരു പോയിന്റ് ഓഫ് ടൈമിൽ നമ്മൾ മെഷർ ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയാം? സ്റ്റോക്ക് വേരിയബിൾ എന്ന് പറയാം അല്ലേ. ഒരു പോയിന്റ് ഓഫ് ടൈമിൽ നമ്മളൊരു കാര്യത്തെ മെഷർ ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയാം? സ്റ്റോക്ക് വേരിയബിൾ എന്ന് പറയുന്നത് അല്ലേ. ഫ്ലോ വേരിയബിളോ? ഒരു പീരീഡ് ഓഫ് ടൈമിൽ നമ്മൾ മെഷർ ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയാം? ഫ്ലോ വേരിയബിൾ എന്ന് നമുക്ക് അറിയാം അല്ലേ. സോ ഇതിൽ ഫസ്റ്റ് ഇതെന്താ പറയുന്നത്? സ്റ്റേറ്റ്മെന്റ് എന്താ പറയുന്നത്? സ്റ്റോക്ക് ആർ ഡിഫൈൻഡ് ഓവർ എ പീരീഡ് ഓഫ് ടൈം. തെറ്റല്ലേ? സ്റ്റോക്ക് എന്ന് പറയുന്നത് പോയിന്റ് ഓഫ് ടൈമിലല്ലേ മെഷർ ചെയ്യുന്നത്. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താണ്? റോങ് ആണ്. ദെൻ ബി എന്താ പറയുന്നത്? ഫ്ലോ ആർ ഡിഫൈൻഡ് ഓവർ എ പീരീഡ് ഓഫ് ടൈം. നമുക്കറിയാം അല്ലേ, ദിസ് കറക്റ്റ് ആണ് അല്ലേ. ആൻഡ് ഫ്ലോ ആർ ഡിഫൈൻഡ് അറ്റ് എ പെർട്ടിക്കുലർ പോയിന്റ് ഓഫ് ടൈം എന്താണ്? ഇൻകറക്റ്റ് ആണ്. സ്റ്റോക്ക് ആണ് എന്ന് പറയുന്നത് പെർട്ടിക്കുലർ പോയിന്റ് ഓഫ് ടൈമിൽ നമ്മൾ മെഷർ ചെയ്യുന്നത്. സോ ഡി ആണെന്ന് പറയുന്നതിന്റെ കറക്റ്റ് ആൻസർ ആണ് അല്ലേ. സോ GVA അതായത് ഗ്രോസ് വാല്യൂ ആഡഡ് അറ്റ് ഫാക്ടർ കോസ്റ്റ് പ്ലസ് ഇൻഡയറക്ട് ടാക്സ് മൈനസ് സബ്സിഡി എന്ന് പറയുന്നത് എന്താണ്? നെറ്റ് ഇൻഡയറക്ട് ടാക്സ് ആണ് അല്ലേ. ഇതിനെ നമ്മൾ ഒരുമിച്ച് പറയുന്നതിനാണ് നമ്മൾ എന്ത് പറയാ? നെറ്റ് ഇൻഡയറക്ട് ടാക്സ് എന്ന് പറയുന്നത്. സോ ഇതെന്താണ്? GVA അറ്റ് മാർക്കറ്റ് പ്രൈസസ് എന്ന് പറയുന്നത് എന്താണ്? GVA അറ്റ് ഫാക്ടറി ക്ലോസ് പ്ലസ് ഇൻഡയറക്ട് ടാക്സസ് മൈനസ് സബ്സിഡി ആണെന്നുള്ളത് നമുക്കറിയാം. ഇതും എന്താണ്? കറക്റ്റ് ആണല്ലോ. സോ ഇതിൽ ഏതൊക്കെയാണ് കറക്റ്റ് ആയിട്ട് വരുന്നത്? BDE ആണെന്ന് പറയുന്നത് നമ്മുടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് അല്ലേ. BDE. സോ BDE ഏതാ വരുന്നത്? സോ തേർഡ് വൺ ഈസ് എ കറക്റ്റ് ആൻസർ അല്ലേ. കിട്ടിയോ? കിട്ടുന്നുണ്ടോ? സിമ്പിൾ ആണടാ. ഓക്കെ ഫൈൻ. ഓക്കെ, 3 ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. സോ നമ്മൾ പോവാണ് അല്ലേ 11th ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവാണ്. ദ വാല്യൂ ഓഫ് ദി നോമിനൽ GDP is $1,100 and the value of the real GDP is $1,000. സോ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം വെച്ചാൽ എന്താണ് GDP ഡിഫ്ലേറ്റർ കാണാനുള്ള ഇക്വേഷൻ എന്താണ്?
GDP ഡിഫ്ലേറ്റർ കാണാനുള്ള ഇക്വേഷൻ പറയൂ, ഓർമ്മ ഉണ്ടോ? എന്താണ്? നമുക്കറിയാമല്ലേ, നോമിനൽ GDP ഡിവൈഡഡ് ബൈ റിയൽ GDP ഇൻറ്റു 100 ആണ് എന്ത് പറയുന്നത് നമ്മുടെ GDP ഡിഫ്ലേറ്റർ കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് അല്ലേ. ഇവിടെ നോമിനൽ GDP കൊടുത്തിട്ടുണ്ട്, വളരെ സിമ്പിളാണ്. എത്രയാണ്? 1100 ഡിവൈഡഡ് ബൈ 1000 എത്രയാണ്? 1100 ഡിവൈഡഡ് ബൈ 1000 എത്രയാണ്? എത്ര 1.1 അല്ലേ? 1.1 അല്ലേ? സോ ഇതിൻ്റെ കറക്റ്റ് ആൻസർ എത്രയാണ്? സോ 2 ഇസ് എ കറക്റ്റ് ആൻസർ. സോ വളരെ സിമ്പിളായിട്ട്, ഇത്രയും സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് കൊടുക്കുന്നത്. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. ഓക്കെ, സോ ഇതിൻ്റെ കറക്റ്റ് ആൻസർ എത്രയാണ്? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, സോ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇഫ് ദർ ഇസ് നോ ഗവൺമെൻറ് ആൻഡ് ദ നോ ഫോറിൻ ട്രേഡ്, എന്തായിരിക്കും ഹാപ്പൻ ആവുന്നുണ്ടാവുക? അതായത് നോ ഗവൺമെൻറ് ആൻഡ് നോൺ ഫോറിൻ ട്രേഡ് എന്ന് പറയുമ്പോൾ എന്താണ്? 2 സെക്ടർ മോഡലാണ് അല്ലേ. അവിടെ ഗവൺമെൻറ്റും ഇല്ല, ഫോറിൻ ട്രേഡും ഇല്ല അല്ലേ. അപ്പോൾ ആക്ച്വലി എന്തായിരിക്കും ഇവിടെ ഹാപ്പൻ ആകുന്നുണ്ടാവും? വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഏതായിരിക്കും? ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് 3 ആയിരിക്കും. കാരണം എന്താണ്? ഗവൺമെൻറ് വരുന്ന സമയത്ത് ആക്ച്വലി എന്തായിരിക്കും? ഗവൺമെൻറ് സ്പെൻഡിങ് ഗവൺമെൻറ് ഇല്ലാന്നാണ് പറയുന്നത്. നോ ഗവൺമെൻറ്റാണ് പറയുന്നത്, നോ ഫോറിൻ ട്രേഡ് ആണ് പറയുന്നത്. സോ നോ ഗവൺമെൻറ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഗവൺമെൻറ് സ്പെൻഡിങ് എന്തായിരിക്കും? 0 ആയിരിക്കും. ടാക്സ് റേറ്റ് എന്തായിരിക്കും? 0 ആയിരിക്കും. നോ ഫോറിൻ ട്രേഡ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഇമ്പോർട്ട് 0 ആയിരിക്കും, അതുപോലെ തന്നെ എക്സ്പോർട്ട് 0 ആയിരിക്കും. സോ ഇത് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നതായിരിക്കും 3 ആയിരിക്കും. എന്തായാലും വളരെ സിമ്പിൾ ആൻഡ് ഹംബിൾ ആൻഡ് ക്വസ്റ്റ്യൻസ്. സോ കറക്റ്റ് ആൻസർ 3. സോ 13ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവാണ്. എഗെയിൻ നമ്മൾ എങ്ങോട്ട് പോവാണ്? ഒരു ക്രോണോളജിയിലേക്ക് നമ്മൾ പോവാണ്. അതായത് നമുക്ക് എന്ത് ചെയ്യണം? ഏർലിയസ്റ്റ് ടു ലേറ്റസ്റ്റ് ആക്കണം അല്ലേ. സോ ഫസ്റ്റ് എന്താ കൊടുത്തിട്ടുള്ളത്? ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെന്റ് ഇൻട്രസ്റ്റ് ആൻഡ് മണി ബൈ കെയ്ൻസ് ആണ് അല്ലേ. കെയ്ൻസിന്റെ പുസ്തകമാണ് അല്ലേ, ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെന്റ് ഇൻട്രസ്റ്റ് ആൻഡ് മണി അല്ലേ. സോ ഏതാ ഇയർ? ഓർമ്മ ഉണ്ടോ? എനി ഗസ്? ഇയർ ഓർമ്മയില്ല? 1936 അല്ലേ. 1936 ആണ് എന്ത് പറയുന്നത് നമ്മുടെ ഇയർ വരുന്നത് അല്ലേ. ദെൻ മഹാലനോബിസ് വാസ് മെയ്ഡ് ദ ഫെലോ ഓഫ് ദി ബ്രിട്ടൻ റോയൽ സൊസൈറ്റി. ഏത് ഇയറാണ് വരുന്നത്? എനി ഗസ്? എക്കണോമിക് കോൺസിക്വൻസ് ബൈ ദ എനി ഗസ്? എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടോ? എന്തെങ്കിലും ഒരു ഐഡിയ? എനി ഗസ്? ജസ്റ്റ് ഒന്ന് നോക്കി നോക്ക്. ദ ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെന്റ് ഇൻട്രസ്റ്റ് ആൻഡ് മണി. നിങ്ങൾക്ക് അറിയാവുന്ന നിങ്ങൾ ആദ്യം ഗസ് ചെയ്യാം. അതായത് നിങ്ങൾക്ക് അറിയാവുന്ന കോൺസെപ്റ്റുകൾ നിങ്ങൾ എന്ത് ചെയ്യാം? ആദ്യം ഗസ് ചെയ്യാം. സോ നമുക്കറിയാം കെയ്ൻസിന്റെ കാര്യം നമുക്ക് എന്താ അറിയാവുന്നതാണ് അല്ലേ. കെയ്ൻസ് എന്താണ്? അദ്ദേഹത്തിന്റെ പുസ്തകം ഏതാ പറയുന്നത്? കെയ്ൻസിന്റെ പുസ്തകം ഏതാ പറയുന്നത്? ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെന്റ് ഇൻട്രസ്റ്റ് ആൻഡ് മണി ആണ് അല്ലേ. സോ അതിൽ ഏതാണ് പറയുന്നത്? 1936 എന്ത് പറയുന്നത് നമ്മുടെ ആ ഒരു പുസ്തകം നമ്മൾ എന്ത് ചെയ്യുന്നത്? പബ്ലിഷ് ചെയ്യുന്നത് നമുക്കറിയാം അല്ലേ. സോ സെക്കൻഡ് നമുക്കറിയാവുന്ന എന്താണ്? നമ്മുടെ ആഡം സ്മിത്തിന്റെ എന്താണ്? വെൽത്ത് ഓഫ് നേഷൻ ആണ് അല്ലേ. വെൽത്ത് ഓഫ് നേഷൻ ഏതാണ് ഇയർ? വെൽത്ത് ഓഫ് നേഷൻ ഏതാ? ആഡം സ്മിത്ത് ആരാ? ആഡം സ്മിത്ത് ഇസ് എ ഫാദർ ഓഫ് ഇക്കണോമിക്സ് അല്ലേ. അദ്ദേഹത്തിന്റെ ഇതേതാണ് പുസ്തകം? ആൻ എൻക്വയറി ഇൻ ടു ദ നേച്ചർ ആൻഡ് കോസസ് ഓഫ് ദി വെൽത്ത് ഓഫ് നേഷൻ അല്ലേ. അദ്ദേഹത്തിന്റെ പുസ്തകം ഏതാണ്? 70 ഏതാണ്? 73 ആണോ 76 ആണോ? അദ്ദേഹത്തിന്റെ പുസ്തകമാണ് ആൻ എൻക്വയറി ഇൻ ടു നേച്ചർ ആൻഡ് കോസസ് ഓഫ് ദി വെൽത്ത് ഓഫ് നേഷൻ അല്ലേ. അദ്ദേഹത്തിന്റെ പുസ്തകം ഏത് ഇയർ ആയിരുന്നു? 73 ആണോ 76 ആണോ? 76 ആണ് അല്ലേ. എഗെയിൻ ദ ഇക്കണോമിക് കോൺസിക്വൻസ് ഓഫ് ദി പീസ് ബൈ ദി കെയ്ൻസ്. എഗെയിൻ കെയ്ൻസ് ആണ് വരുന്നത് അല്ലേ. കെയ്ൻസ് വീണ്ടും വരുന്നു വീണ്ടും അല്ലേ. സോ ഇത് ആക്ച്വലി ഹാപ്പൻ ആവുന്നത് 1990 കേട്ടോ. സോ 1999 ചെറിയൊരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. കാരണം ഇതിൻ്റെ ഒരു ബേസിക് ഇയർ നമുക്ക് അറിയുന്നുണ്ടാവില്ല. എങ്കിലും നമുക്ക് അറിയാവുന്ന 2 ഇയേഴ്സ് ഉണ്ട് അല്ലേ. എന്തൊക്കെയാണ്? കെയ്ൻസിൻ്റെ എന്താണ് ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെന്റ് ഇൻട്രസ്റ്റ് ആൻഡ് മണിൻ്റെ 1936 ഇയർ നമുക്കറിയാം, വലിയ ഡൗട്ടും കാര്യങ്ങളൊന്നുമില്ല. ആൻഡ് നമ്മുടെ വെൽത്ത് ഓഫ് നേഷൻ്റെ അല്ലേ 76 വെൽത്ത് ഓഫ് നേഷൻ വരുന്നുണ്ട്. അതിലും നമുക്ക് എന്തില്ല, വലിയ ഡൗട്ടും കാര്യങ്ങളും ഇല്ല അല്ലേ. പിന്നെ വരുന്നതാണ് ഈ 2 കോംപ്ലിക്കേറ്റഡ് ഏരിയ അല്ലെ. ഇതിൽ വരുന്ന എന്താ വെച്ചാൽ നമ്മുടെ ഡി ഓപ്ഷൻ പറഞ്ഞിട്ടുള്ളത് ഇക്കണോമിക് കോൺസിക്വൻസ് ഓഫ് ദി പീസ് ബൈ ദി കെയ്ൻസ് എന്ന് പറയുന്നത് 1990 വരുന്നത്. പിന്നെ നമ്മുടെ മഹാലനോബിസിന്റെ വാസ് മെയ്ഡ് ഫെലോ ഓഫ് ദി ബ്രിട്ടൻ ലോയൽ സൊസൈറ്റി എന്ന് പറയുന്നത് ഏത് ഇയർ ആയിരുന്നു? ബ്രിട്ടൻ ലോയൽ സൊസൈറ്റി പറയുമ്പോൾ 1945 കേട്ടോ. 1945 അതിനൊരു ഇയർ വരുന്നത് കേട്ടോ. ചെറിയൊരു നിങ്ങൾക്ക് അറിയാത്തൊരു ഏരിയ ആയിരിക്കാം മേ ബി, എന്നാലും കുഴപ്പമില്ല. നമുക്ക് 2 എണ്ണം കണ്ടുപിടിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ബാക്കി നമുക്ക് സിമ്പിളായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതെന്താണ് 1945 എന്ത് പറയുന്നത് ഇതിൻ്റെ ഒരു ഇയർ വരുന്നത് കേട്ടോ. ഓക്കെ, സോ നമുക്ക് കിട്ടിയല്ലോ, മൊത്തം ഇയർ നമുക്ക് കിട്ടിയല്ലോ.
ഇനി എന്താ നമുക്ക് നോക്കണത്? ഏർലിയസ്റ്റ് ടു ലേറ്റസ്റ്റ് ആണല്ലേ. ഏർലിയസ്റ്റ് ഏതാണ്? ഫസ്റ്റ് വന്നിട്ടുള്ള ഏതാണ്? നോക്കൂ, ഫസ്റ്റ് വന്നിട്ടുള്ളത് നമുക്ക് ഒരു ഡൗട്ട് ഉള്ളത് ഫാദർ ഓഫ് ഇക്കണോമിക്സ്, മോഡേൺ ഇക്കണോമിക്സ്, ആഡം സ്മിത്തിന്റെ 1776 ആൻ എൻക്വയറി ഇൻ ടു നേച്ചർ ആൻഡ് കോസസ് ഓഫ് വെൽത്ത് ഓഫ് നേഷൻ. ഏതാണ്? സി ആണ് ഫസ്റ്റ് വന്നിട്ടുള്ളത് അല്ലേ. സി ഫസ്റ്റ് വന്നു. ദെൻ പിന്നെന്താണ്? 1990 ഏതാണ്? കെയ്ൻസിന്റെ അല്ലേ, പീസ് ബൈ കെയ്ൻസ്, കോൺസിക്വൻസ് ഓഫ് പീസ് ബൈ കെയ്ൻസ് എന്താണ്? ഡി. ദെൻ നമ്മുടെ 1936 ദ ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെന്റ് ഇൻട്രസ്റ്റ് ആൻഡ് മണി ബൈ ദ കെയ്ൻസ് ഏതാണ്? എ ആണ് അല്ലേ. ദെൻ പിന്നെ വന്നിട്ടുള്ളതാണ് ഏറ്റവും അവസാനമായിട്ട് നമുക്ക് വന്നിട്ടുള്ളത് ബി ആണ്. എന്താണ്? മഹലനോബിസിന്റെ ബ്രിട്ടൻ ലോയർ സൊസൈറ്റി റിലേറ്റ് ചെയ്തിട്ടുള്ള 1945 ആണ് ആക്ച്വലി എന്ന് പറയുന്നത് ഏറ്റവും അവസാനമായിട്ട് വന്നിട്ടുള്ളത്. സോ ഇതിന് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഏതാണ്? ഓപ്ഷൻ എ അല്ലെ ഓപ്ഷൻ 1 എന്നുള്ള രീതിയിൽ നമുക്ക് പറയാം അല്ലേ. സോ ഇതിൻ്റെ ഇത് കിട്ടിയോ? ചെറിയൊരു കോംപ്ലിക്കേറ്റഡ് ഏരിയ ആയിരുന്നു അല്ലേ, കുഴപ്പമില്ല. സോ നമുക്ക് രണ്ടെണ്ണത്തിൻ്റെ അറിയാലോ, അതന്നെ നമുക്ക് എന്താണ് വലിയ ലെക്കാണ്. ബാക്കി നമുക്ക് വലിയ ടെൻഷനൊന്നും ആവണം. നമ്മൾ കുറേ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മൾ ബാക്ക് ടു ട്രാക്ക് എന്നുള്ള രീതിയിലാവും. ഓക്കെ, അപ്പോൾ വറീഡ് ആവേണ്ട കാര്യമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്കറിയാം അല്ലേ. സോ എഗെയിൻ അടുത്തൊരു ക്വസ്റ്റ്യൻ വരാണ്. അക്കോർഡിംഗ് ടു തിയറി ഓഫ് ദി കൺസ്യൂമർ ബിഹേവിയർ ഇൻഇക്വാലിറ്റി P1X1 plus P2X2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം ഇസ് കോൾഡ് ദ കൺസ്യൂമേഴ്സ് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ എന്തൊക്കെയാണ് ഈ ഒരു P1 ആൻഡ് എന്തൊക്കെയാണ് ഈ ഒരു X1, P2, X2 ഇതൊക്കെ എന്താണെന്നുള്ളത് നമ്മൾ ആദ്യം അറിയണം അല്ലേ. സോ ഇവിടെ P എന്ന് പറയുന്നത് P1, X1 എന്ന് പറയുന്നത് എന്താണ്? X1 എന്ന് പറയുന്ന ഒരു കമ്മോഡിറ്റി ആണ്. ആ ഒരു X1 കമ്മോഡിറ്റിൻ്റെ പ്രൈസ് ആണെന്ന് പറയുന്നത് P1 എന്ന് പറയുന്നത്. അതുപോലെ തന്നെ X2 എന്ന് പറയുന്നത് ഒരു കമ്മോഡിറ്റി ആണ്. ആ ഒരു X2ൻ്റെ എന്താണ്? പ്രൈസ് ആണെന്ന് പറയുന്നത് P2 എന്ന് പറയുന്നത് കേട്ടോ. സോ എം എന്ന് പറയുന്നത് എന്താണ്? ഇൻകം ആണ് അല്ലേ. എം എന്ന് പറയുന്നത് എന്താണ്? ഇൻകം ആണ് അല്ലേ. സോ ഇവിടെ ആക്ച്വലി കാണിക്കുന്നതാണ് ഒരു കൺസ്യൂമറിനെ സംബന്ധിച്ചോളം അയാൾ എക്സ് എന്ന് പറയുന്ന ഒരു ഗുഡ് വാങ്ങുകയാണെങ്കിൽ, X1 എന്ന് പറയുന്ന ഒരു ഗുഡ് വാങ്ങുകയാണെങ്കിലും X2 എന്ന് പറയുന്ന ഗുഡ് വാങ്ങുകയാണെങ്കിലും എന്തൊക്കെ അയാൾ കൺസിഡർ ചെയ്യണം? ആ X2ൻ്റെ പ്രൈസ് ലെവൽ അയാൾ കൺസിഡർ ചെയ്യണം. അതുപോലെ തന്നെ എന്ത് ചെയ്യണം? ആ ഒരു X1ൻ്റെ പ്രൈസ് ലെവൽ അയാൾ കൺസിഡർ ചെയ്യണം. പ്ലസ് അയാളുടെ കയ്യിലുള്ള ഇൻകം ലെവലും അയാൾ എന്ത് ചെയ്യണം? കൺസിഡർ ചെയ്തിരിക്കണം. അല്ലാതെ നമ്മളിപ്പോൾ ഒരു കൺസ്യൂമറാണ് വിചാരിച്ചിട്ട് നമുക്ക് മാർക്കറ്റിൽ പോയിട്ട് ഇഷ്ടമുള്ള ഗുഡ് ഇഷ്ടമുള്ള പ്രൈസ് നമുക്ക് മേടിക്കാൻ പറ്റില്ല. കാരണം അവിടെ നമുക്കത് വാങ്ങാനുള്ള ഇൻകം ഉണ്ടോ എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം കൺസിഡർ ചെയ്യണം. പിന്നെ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ആ ഓരോ ഗുഡിന് വരുന്ന പ്രൈസ് ലെവൽ എത്രയാണ്, ആ ഗുഡ് ഇതിൻ്റെ ക്വാണ്ടിറ്റി എത്രയാണ്, ഇതിനെക്കുറിച്ചൊക്കെ എന്ത് ചെയ്യണം? നമ്മൾ എന്ത് ചെയ്യണം? കൺസിഡർ ചെയ്യണം. അപ്പോൾ X1 എന്ന് പറയുന്നത് എന്താണ്? X1 എന്ന് പറയുന്നത് ആ ഒരു ഗുഡിൻ്റെ ക്വാണ്ടിറ്റി പ്ലസ് എന്താണ്? P1 എന്ന് പറയുന്നത് അതിൻ്റെ പ്രൈസാണ്. X2 എന്ന് പറയുന്നത് ആ ഗുഡിൻ്റെ ക്വാണ്ടിറ്റി, P2 എന്ന് പറയുന്നത് അതിൻ്റെ പ്രൈസാണ്. എം എന്ന് പറയുന്നത് എന്തായിരിക്കും? അതിൻ്റെ ഇൻകം ആയിരിക്കും. ഇൻകം എന്ന് പറയുന്നതാണ് നമ്മുടെ കയ്യിലുള്ള ഇൻകം. അതായത് ആരാണോ സാധനം മേടിക്കാൻ പോകുന്നത് അയാളുടെ കയ്യിലുള്ള ഇൻകമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? എം ആയിട്ട് നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഇത് ആക്ച്വലി എന്താ കാണിക്കുന്നത്? സോ നമുക്ക് വളരെ സിമ്പിളായിട്ട് പറയാൻ പറ്റില്ല. ഇത്രയും കോമ്പണൻസുകൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വളരെ സിമ്പിളായിട്ട് പറയാം, ദിസ് ഇസ് എ ബഡ്ജറ്റ് കൺസ്ട്രെയിൻറ്റ്. അതായത് ആ ഒരു കൺസ്ട്രെയിനിൽ നിന്ന് മാത്രമേ അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അയാളുടെ ബണ്ടിൽ അയാൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ആ ഒരു ക്വാണ്ടിറ്റി, അതായത് X1, X2ൻ്റെ ക്വാണ്ടിറ്റി പ്ലസ് അതിൻ്റെ പ്രൈസ് ലെവൽ, ദെൻ അയാളുടെ കയ്യിലുള്ള ഇൻകം, ഇത് കൺസിഡർ ചെയ്ത് മാത്രമേ അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ആ ഒരു ക്വാണ്ടിറ്റി എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ആ ഒരു ബണ്ടിൽസ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അയാൾക്ക് വാങ്ങാൻ പറ്റുള്ളൂ. സോ നമുക്ക് എന്ത് പറയാം? ഇതിന് കൺസ്യൂമറിന് എന്ത് പറയാം? കൺസ്യൂമറിൻ്റെ ബഡ്ജറ്റ് കൺസ്ട്രെയിൻറ്റ് എന്ത് ചെയ്യാം? നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഇത് ക്ലിയർ ആയോ? ഓക്കെ ആണോ? യെസ്, കറക്റ്റ്. സോ 15th ക്വസ്റ്റ്യനിലേക്കാണ് നമ്മൾ പോകുന്നത്. വെൻ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് കർവ് ഈസ് 1 അറ്റ് എവരി പോയിന്റ് ഓൺ ദി ഡിമാൻഡ് കർവ് ദിസ് കർവ് ഈസ് നോൺ ആസ്. സോ നമുക്കറിയാം ഇലാസ്റ്റിസിറ്റി എന്താ പറയുന്നത്? ഇലാസ്റ്റിസിറ്റി എന്താ പറയുന്നത്? ഇറ്റ് ഈസ് എ ഡിഗ്രി ഓഫ് റെസ്പോൺസീവ്നെസ് ആണ് അല്ലേ. സോ നമുക്കറിയാം ലോ ഓഫ് ഡിമാൻഡിൽ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ. പ്രൈസ് കുറയുമ്പോൾ ഡിമാൻഡ് കൂടുകയും പ്രൈസ് കൂടുമ്പോൾ ഡിമാൻഡ് കുറയുകയും ചെയ്യുന്നുള്ളത് നമുക്കറിയാം. എന്നാൽ ഇതിൻ്റെയൊക്കെ ഒരു ഡിഗ്രി എത്രത്തോളം ആണ് എന്നുള്ളത് എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? അത് നമ്മുടെ കൺസ്യൂമറിൻ്റെ ഇലാസ്റ്റിസിറ്റിയും അതുപോലെ തന്നെ നമ്മുടെ ഗുഡ്സിൻ്റെ നേച്ചറൊക്കെ വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ അല്ലേ. ഇപ്പോൾ നമുക്കറിയാം എന്താണ്? പ്രൈസ് കുറയുമ്പോൾ ഡിമാൻഡ് കൂടും എന്നുള്ളത് നമുക്കറിയാം. എന്നാൽ പ്രൈസ് കുറയുമ്പോൾ എത്ര ക്വാണ്ടിറ്റി ഡിമാൻഡ് കൂടും എന്നുള്ളതൊരു ക്വസ്റ്റ്യനബിൾ ആണ് അല്ലേ. ഈ ഒരു ഡിഗ്രി ഓഫ് റെസ്പോൺസിവ്നെസ്സിന് എത്ര കണ്ട് കൂടും അല്ലെ എത്ര കണ്ട് കുറയും, അല്ലെങ്കിൽ കൂടോ അല്ലെങ്കിൽ കുറയോ, ഈ ഒരു ഡിഗ്രി ഓഫ് ഒരു കൺസ്യൂമറിൻ്റെ ആ ഒരു റെസ്പോൺസീവ്നെസ് ഉണ്ടല്ലോ, ആ ഒരു ഡിഗ്രിനെയാണ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലേ. പ്രൈസിലുണ്ടാകുന്ന മാറ്റത്തിനനുസരിച്ചിട്ട് എന്ത് ചെയ്യാണ്? നമ്മുടെ ക്വാണ്ടിറ്റി ഡിമാൻഡിൽ എന്ത് ഡിഗ്രി റെസ്പോൺസിവ്നെസ് വരും ഇത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് യൂസ് ചെയ്യുന്നത്. ഇൻകം ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ആണെങ്കിലോ നമ്മുടെ ഇൻകത്തിൽ മാറ്റം വരുന്ന സമയത്ത് ക്വാണ്ടിറ്റി ഡിമാൻഡിൽ നമ്മൾ ഏത് രീതിയിൽ നമ്മൾ റെസ്പോണ്ട് ചെയ്യും. ഇതിലാണ് നമ്മൾ ഇൻകം ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത്. ഇനി ക്രോസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? നമുക്കറിയാം ക്രോസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡും അതുപോലെ തന്നെ കോംപ്ലിമെന്റ് ഗുഡ്സും എടുക്കും അല്ലേ. സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ് ആണെങ്കിൽ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ക്രോസ് ഇലാസ്റ്റിസിറ്റി ഡിമാൻഡും അതുപോലെ തന്നെ കോംപ്ലിമെന്റ് ഗുഡ് ആണെങ്കിൽ ഒരു നെഗറ്റീവ് ക്രോസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡും ആയിരിക്കും ഉണ്ടാവുക.
ഇത്രയാണ് നമുക്ക് ബേസിക്കലി എന്തിലുള്ളത് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡിൽ നമുക്ക് പഠിക്കാനുള്ളത് അല്ലേ. സോ ഇവിടെ എന്താ ചോദിച്ചിട്ടുള്ളത്, ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡിൽ എന്താണ് വാല്യൂ തന്നിട്ടുള്ളത് 1 ആണ് അല്ലേ. 1 ആണെങ്കിൽ അത് ഏത് തരം ഇലാസ്റ്റിസിറ്റി ആയിരിക്കും? സോ നമുക്കറിയാം അല്ലേ, ഇലാസ്റ്റിസിറ്റിൻ്റെ വാല്യൂസ് നമുക്കറിയാം അല്ലേ. ഏതൊക്കെ വാല്യൂസ് ആണ്? 5 ഡിഗ്രീസ് ഉണ്ട് അല്ലേ. പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡിന് 5 ഡിഗ്രീസ് ആണ് നമുക്ക് കൊടുത്തിട്ടുള്ളത്. സോ അതിലെന്താണ് 0 ആണെങ്കിൽ നമുക്കറിയാം എന്താണ് പെർഫെക്റ്റ്ലി ഇൻ ഇലാസ്റ്റിക് ഡിമാൻഡ് ആയിരിക്കും കേട്ടോ. പെർഫെക്റ്റ്ലി ഇൻ ഇലാസ്റ്റിക് ഡിമാൻഡിലായിരിക്കും 0 ഡിഗ്രി ഉണ്ടായിരിക്കും അല്ലേ. ഈസിക്കൽ ടു എന്തായിരിക്കും 0 ആയിരിക്കും എന്ന് പറയുന്നത് പെർഫെക്റ്റ്ലി ഇൻ ഇലാസ്റ്റിക്കിന് വരുന്നുണ്ടാവാം. ദെൻ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ് എന്തായിരിക്കും ഇൻഫിനിറ്റി ആണല്ലേ. അതായത് ചെറിയ രീതിയിലുള്ള പ്രൈസിൽ മാറ്റം വരുമ്പോൾ ഇൻഫിനിറ്റ് ആയിട്ട് എന്ത് ചെയ്യാണ് നമ്മുടെ ക്വാണ്ടിറ്റി ഡിമാൻഡിൽ മാറ്റം വരികയാണ്. അപ്പോൾ അതെന്തായിരിക്കും ഇൻഫിനിറ്റ് ആയിരിക്കും എന്ന് പറയുന്നത് നമ്മുടെ പെർഫെക്റ്റ് ഇലാസ്റ്റിക് ഡിമാൻഡ് കർവിൻ്റെ ആ ഒരു ഷേപ്പ് എന്ന് പറയുന്നത് അല്ലേ. ദെൻ നമുക്കറിയാം എന്താണ് ഇലാസ്റ്റിസിറ്റി എന്താണ് ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ എന്തായിരിക്കും അത് മോർ ഇലാസ്റ്റിക് ഡിമാൻഡും, അതുപോലെ തന്നെ ഇലാസ്റ്റിസിറ്റി എന്ത് ചെയ്യാണ് ലെസ് ദാൻ 1 ആണെങ്കിൽ എന്തായിരിക്കും അത് ലെസ് ഇലാസ്റ്റിക് ഡിമാൻഡും ആയിരിക്കും. എന്നാൽ ഇലാസ്റ്റിസിറ്റി എന്ത് ചെയ്യാണ് 1 ആണെങ്കിൽ എക്സാക്ട് 1 ആണെങ്കിൽ അതായത് നമ്മുടെ പ്രൈസിൽ ഉണ്ടാവുന്ന ആ ഒരു പെർസെൻറ്റേജിൻ്റെ സെയിം പെർസെൻറ്റേജിൽ തന്നെ നമ്മുടെ ക്വാണ്ടിറ്റി ഡിമാൻഡിൽ മാറ്റം വരാണെങ്കിലാണ് അതിനെ നമ്മൾ എന്ത് പറയാം യൂണിറ്ററി ഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറയുന്നത്. അതിൻ്റെ വാല്യൂ എന്തായിരിക്കും 1 ആയിരിക്കും. ആ ഒരു യൂണിറ്ററി ഇലാസ്റ്റിക് ഡിമാൻഡ് കർവിൻ്റെ ഷേപ്പ് എപ്പോഴും എന്തായിരിക്കും റെക്റ്റാങ്കുലർ ഹൈപ്പർബോള ആയിരിക്കും. സോ എന്താ അതിൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്? തേർഡ് വൺ ആണ്. കറക്റ്റ് ആൻസർ എന്താണ് റെക്റ്റാങ്കുലർ ഹൈപ്പർബോള ആയിരിക്കും. അതായത് പ്രൈസിൽ ഉണ്ടാകുന്ന പെർസെൻറ്റേജിൻ്റെ സെയിം പെർസെൻറ്റേജിന് എന്ത് ചെയ്യാണ് നമ്മുടെ ക്വാണ്ടിറ്റി ഡിമാൻഡിൽ മാറ്റം വരാണെങ്കിൽ ആ ഒരു ടൈപ്പ് ഓഫ് എന്താണ് ഇലാസ്റ്റിസിറ്റിയാണ് നമ്മൾ എന്ത് പറയാം യൂണിറ്ററി ഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറയാം. ഇതിൻ്റെ വാല്യൂ എപ്പോഴും എന്തായിരിക്കും 1 ആയിരിക്കും. ദെൻ ഇതിൻ്റെ ഷേപ്പ് എപ്പോഴും എന്തായിരിക്കും ആ കർവിൻ്റെ ഷേപ്പ് എപ്പോഴും എന്തായിരിക്കും ഒരു റെക്റ്റാങ്കുലർ ഹൈപ്പർബോള ആയിരിക്കും. ദ ഗ്രേറ്റർ ദാൻ യൂണിറ്ററി ഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറയുന്നതായിരിക്കും ഇറ്റ്സ് മോർ ഇലാസ്റ്റിക് ഡിമാൻഡ് ആണ് കേട്ടോ. അതെന്തായിരിക്കും പ്രൈസിൽ ഉണ്ടാവുന്ന ചേഞ്ചിനേക്കാൾ കൂടുതലാണ് നമ്മുടെ ഡിഗ്രി ഓഫ് റെസ്പോൺസിവ്നെസ് ഓൺ ദി ക്വാണ്ടിറ്റി ഡിമാൻഡ് ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം അതിനെ ഗ്രേറ്റർ യൂണിറ്ററി ഇലാസ്റ്റിക് ഡിമാൻഡ് അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം മോർ ഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറയാം. ലെസ് ഇലാസ്റ്റിക് ഡിമാൻഡ് ആണെങ്കിലോ പ്രൈസിൽ ഉണ്ടാവുന്ന പെർസെൻറ്റേജിൻ്റെ ലെസ്സർ പ്രൊപ്പോർഷനേറ്റിലാണ് നമ്മുടെ ക്വാണ്ടിറ്റി ഡിമാൻഡിൽ മാറ്റം വരുന്നതെങ്കിൽ നമുക്ക് എന്ത് പറയാം അതിനെ ലെസ്സർ ഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് നമുക്ക് പറയാം. സോ ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്താണ് റെക്റ്റാങ്കുലർ ഹൈപ്പർബോള. ക്ലിയർ ആണല്ലോ? ഓക്കെ. സോ ദെൻ 60th ക്വസ്റ്റ്യൻ എന്താണ് നമ്മുടെ കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ. ഇതിലേതൊക്കെയാണ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്നുള്ളതാണ് ബേസിക്കലി നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താ പറയുന്നത് മാർജിനൽ യൂട്ടിലിറ്റി ഈസ് എ ചേഞ്ച് ഇൻ ദി ടോട്ടൽ യൂട്ടിലിറ്റി ഡ്യൂ ടു ദ കൺസംഷൻ ഓഫ് ദി 1 അഡീഷൻ യൂണിറ്റ് ഓഫ് ദി കമ്മോഡിറ്റി. കറക്റ്റാണ് നമുക്കറിയാം അല്ലേ. എന്താണ് മാർജിനൽ യൂട്ടിലിറ്റി? മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് എന്താണ് ആക്ച്വലി നമുക്കറിയാം അഡീഷണൽ ആയിട്ടുള്ളൊരു ഗുഡ് നമ്മൾ കൺസ്യൂം ചെയ്യുന്ന സമയത്ത് നമുക്ക് അഡീഷണൽ എത്രത്തോളം സാറ്റിസ്ഫാക്ഷൻ കിട്ടും ഇതിനാണ് നമ്മൾ മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് അല്ലേ. മാർജിനൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും നമ്മൾ അഡീഷണൽ ആയി എത്രത്തോളം ഇൻപുട്ട് യൂസ് ചെയ്യുന്നു എത്രത്തോളം അഡീഷണൽ ആയിട്ടുള്ള ഔട്ട്പുട്ട് നമുക്ക് കിട്ടും അതാണ് മാർജിനൽ ഔട്ട്പുട്ട് എന്ന് പറയാം അല്ലേ. അതുപോലെ തന്നെ എന്തുണ്ട് മാർജിനൽ റവന്യൂ ഉണ്ട് അല്ലേ. അഡീഷണൽ ആയിട്ടുള്ള ഔട്ട്പുട്ട് നമ്മൾ സെൽ ചെയ്യുന്ന സമയത്ത് അഡീഷണലി കിട്ടുന്ന റവന്യൂനെയാണ് നമ്മൾ എന്ത് പറയാം മാർജിനൽ റവന്യൂ എന്ന് പറയാം. അപ്പോൾ അഡീഷണലി എന്ത് ചെയ്യുന്നു അപ്പോൾ നമുക്ക് അഡീഷണലി എന്ത് റിസൾട്ട് കിട്ടുന്നു ഇതാണ് ബേസിക്കലി എന്ന് പറയുന്നത് മാർജിനൽ എന്ന് പറയുന്ന കോൺസെപ്റ്റ്. അപ്പോൾ മാർജിനൽ എന്ന് എവിടെ കേട്ട് കഴിഞ്ഞാലും നിങ്ങളുടെ ഉള്ളിലേക്ക് വരുന്നതാണ് ഇറ്റ്സ് ആൻ അഡീഷൻ എന്നുള്ളതായിരിക്കണം. ഓക്കെ. അപ്പോൾ ഇവിടെ എന്താണ് ബേസിക്കലി പറയുന്നത് മാർജിനൽ യൂട്ടിലിറ്റി ചേഞ്ച് ടോട്ടൽ യൂട്ടിലിറ്റി ടോട്ടൽ യൂട്ടിലിറ്റിയിൽ ചേഞ്ച് വരും അല്ലേ. എങ്ങനെ ഒരു അഡീഷണൽ ആയിട്ടുള്ള ഒരു യൂണിറ്റ് നമ്മൾ കൺസ്യൂം ചെയ്യുന്ന സമയത്ത് നമ്മുടെ ടോട്ടൽ യൂട്ടിലിറ്റിയിൽ വരുന്ന ചേഞ്ച് ആണ് ആക്ച്വലി എന്ത് പറയുന്നത് മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. സോ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. ഇനി അത് 2 ഇൻഡിഫറൻസ് കർവ് ഇന്റർസെക്ട് ഈച്ച് അതർ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലേ. നമ്മുടെ ഇൻഡിഫറൻസ് കർവിന്റെ പ്രോപ്പർട്ടീസിൽ നമ്മൾ പറഞ്ഞിട്ടൊരു കാര്യമാണ് എന്ത് പറയാൻ ഒരിക്കലും 2 ഇൻഡിഫറൻസ് കർവുകൾ എന്തെങ്കില്ല ഒരിക്കലും ഇന്റർസെക്ട് ചെയ്യില്ല അത് കൂട്ടിമുട്ടില്ല. കാരണം എന്താണ് ഓരോ ഇൻഡിഫറൻസ് കർവും തരുന്ന എന്താണ് ഡിഫറെന്റ് ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ ആണല്ലേ. ദ ഹയർ ഇൻഡിഫറൻസ് കർവ് give the higher level of satisfaction and the lesser indifference curve give the lesser level of satisfaction. പിന്നെ എങ്ങനെയാണ് 2 ഇൻഡിഫറൻസ് കർവ് തമ്മിൽ കൂട്ടിമുട്ടുക 2 ഇൻഡിഫറൻസ് കർവ് തമ്മിൽ കൂട്ടിമുട്ടി കഴിഞ്ഞാൽ ആ കൂട്ടിമുട്ടുന്ന പോയിന്റിൽ എന്താവും സെയിം ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ ആവില്ല അത് ഒരിക്കലും നടക്കില്ല അല്ലേ. അപ്പോൾ ഇൻഡിഫറൻസ് കർവ് തമ്മിൽ എന്ത് ചെയ്യില്ല ഒരിക്കലും കൂട്ടിമുട്ടില്ല അല്ലേ. ദ മാർജിനൽ യൂട്ടിലിറ്റി ബിക്കം 0 അറ്റ് ദ ലെവൽ വെൻ ദ ടോട്ടൽ യൂട്ടിലിറ്റി റിമൈൻസ് കോൺസ്റ്റന്റ്. കറക്റ്റ് ആണല്ലേ. എന്താണ് നമുക്കറിയാം നമ്മുടെ ടോട്ടൽ യൂട്ടിലിറ്റി എന്ത് ചെയ്യുന്നുണ്ട് ടോട്ടൽ യൂട്ടിലിറ്റി കർവ് ആക്ച്വലി എന്ത് ചെയ്യുന്നുണ്ട് 0 ആവുന്നത് അതായത് അത് കോൺസ്റ്റന്റ് ആവുന്ന സമയത്ത് എന്തായിരിക്കും മാർജിനൽ യൂട്ടിലിറ്റി എന്തായിരിക്കും 0 ആയിരിക്കും അത് നമുക്ക് അറിയുന്നതാണ്. ഡിമിനിഷിംഗ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ഡസ് നോട്ട് എഫക്ട് ദ ഇൻഡിഫറൻസ് കർവ്. വളരെ റോങ് സ്റ്റേറ്റ്മെന്റ് ആണല്ലേ. നമുക്കറിയാം ഇൻഡിഫറൻസ് കർവ് എന്തുകൊണ്ട് ഡൗൺവേർഡ് ടു റൈറ്റ് ആവുന്നതിൻ്റെ റീസൺ അല്ലെങ്കിൽ കോൺവേഴ്സ് ടു ദി ഒറിജിൻ ആവാനുള്ള റീസൺ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു ഗുഡ് വേറൊരു ഗുഡുമായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഓരോ തവണയും സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തുന്ന സമയത്ത് എന്ത് സംഭവിക്കും
മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ത് ചെയ്യുന്നുണ്ട്, കുറഞ്ഞ് വരുന്നുണ്ട്. ആ ഒരു മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ കുറഞ്ഞ് വരുന്നതിൻ്റെ ഭാഗമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇൻഡിഫറൻസ് കർവ് എന്ത് ചെയ്യുന്നത് കോൺവെക്സ് ടു ദി ഒറിജിൻ ആവുന്നതിൽ ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആയിട്ട് മാറുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരിക്കലും മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ഇൻഡിഫറൻസ് കർവിനായിട്ട് എന്താണ് ബന്ധമില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എന്താണ് ഇൻഡിഫറൻസ് കർവ് കോൺവെക്സ് ടു ദി ഒറിജിൻ ആവുന്നതിൽ നെഗറ്റീവ് സ്ലോപ്പായിട്ട് മാറുന്നതിൻ്റെ നെഗറ്റീവ് കർവ് ആയിട്ട് മാറുന്നതിൻ്റെ ബേസിക് റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് നമുക്കറിയാം, ഒരു ഗുഡ് നമ്മൾ വേറൊരു ഗുഡായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഓരോ ഈച്ച് സ്റ്റേജും കഴിയുന്നതിനനുസരിച്ച് എന്ത് സംഭവിക്കുന്നുണ്ട്, നമ്മൾ മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ കുറഞ്ഞ് വരുന്നുണ്ട്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇൻഡിഫറൻസ് കർവ് എന്ത് ചെയ്യുന്നത് അതൊരു ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആയില്ലേ കോൺവെക്സ് ടു ദി ഒറിജിൻ ആയിട്ട് മാറുന്നത്. അപ്പോൾ ഇതെന്ത് ചെയ്യാൻ പറ്റില്ല, അത് ഒരിക്കലും നമുക്ക് ശരിയാ നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റില്ല. ദിസ് ഇസ് എ റോങ് സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, സോ ഈ എന്താ പറയുന്നത്, ഇൻഡിഫറൻസ് കർവ് സ്ലോപ്പ് ദ ഡൗൺവേർഡ് ഫ്രം ദ ലെഫ്റ്റ് ടു റൈറ്റ്. നമുക്കറിയാം അല്ലേ, അത് കറക്റ്റ് ആണ് അല്ലേ. സോ അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് കറക്റ്റ്, എ കറക്റ്റാണ്, സി കറക്റ്റാണ്, ഇ കറക്റ്റ് ആണ് അല്ലേ. NACE കറക്റ്റായിട്ട് വരുന്ന ഓപ്ഷൻ ഏതാണ്, ഇ ആണ്. സോ 2 ആണല്ലേ നമ്മുടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. കിട്ടിയോ, കുഴപ്പമൊന്നുമില്ലല്ലോ, ക്യാച്ച് ചെയ്യാൻ പറ്റുന്നില്ലേ? ഓക്കെ ഫൈൻ. സോ ഇനി അടുത്തത് നമ്മൾ 17ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. 17ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് പറയുന്നത്, Dash is a market where the economic agent can freely exchange their endowment with each other. അല്ലെ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് പറയാം എന്താണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ, മാർക്കറ്റ് ഇക്കോണമി ആണ് അല്ലേ. വളരെ ഫ്രീ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, എൻഡോമെൻറ്റുകൾ എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ എന്തായിരിക്കും ആ ടൈപ്പ് ഓഫ് മാർക്കറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മാർക്കറ്റ് ഇക്കോണമി എന്ന് പറയുന്നത് അല്ലേ. സോ ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഏതാണ്, മാർക്കറ്റ് ഇക്കോണമിയാണ്. സോ 18ാമത്തെ ക്വസ്റ്റ്യൻ, ഐഡന്റിഫൈ ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് ദി സർക്കുലർ ഫ്ലോ ഓഫ് ദി ഇൻകം ഇൻ എ 2 sector മോഡൽ. 2 sector മോഡൽ ആരൊക്കെയാണുള്ളത്, 2 sector മോഡൽ ആരൊക്കെയാണുള്ളത്, 2 sector മോഡൽ ആരൊക്കെയാണുള്ളത് നമുക്കറിയാം. എന്താണ്, ഹൗസ് ഹോൾഡ് ഉണ്ട് ആൻഡ് ഫേംസ് ഉണ്ട് അല്ലേ. ഹൗസ് ഹോൾഡും ഫേംസ് ആയിരിക്കും 2 sector മോഡൽ ഉണ്ടാവുക. ഇവിടെ ഹൗസ് ഹോൾഡ് ഉണ്ടായിരിക്കും, ദെൻ എന്തായിരിക്കും ഇവിടെ ഫേംസ് ഉണ്ടായിരിക്കും അല്ലേ. ഫേംസിന് വേണ്ടിയിട്ടുള്ള ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആയിട്ടുള്ള ലേബേഴ്സ് ഒക്കെ ആരാ കൊടുക്കുന്നത്, നമ്മുടെ ഹൗസ് ഹോൾഡ് ആയിരിക്കും കൊടുക്കുന്നുണ്ടാവുക അല്ലേ. ദെൻ ഇവിടെ നിർമ്മിക്കുന്ന മൊത്തം ഈ ഒരു ലേബേഴ്സ് അതായത് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഹൗസ് ഹോൾഡ് ഫേമിന് കൊടുക്കുമ്പോൾ ഫേം എന്ത് ചെയ്യും, അതിനുള്ള റെമുനറേഷൻ എന്ത് കൊടുക്കും, നമ്മുടെ ഹൗസ് ഹോൾഡിന് കൊടുക്കും അല്ലേ. ദെൻ എന്താ സംഭവിക്കുന്നത് നമുക്കറിയാം, ഈ ഒരു ഫാക്ടറിയിൽ ഉണ്ടാക്കുന്ന എല്ലാ ഗുഡ്സ് ആൻഡ് സർവീസുകളും വാങ്ങുന്നത് ആരായിരിക്കും, നമ്മുടെ ഹൗസ് ഹോൾഡ് ആയിരിക്കും അല്ലേ. അതിനുള്ള പൈസ ആര് കൊടുക്കുന്നുണ്ടാവും, ഹൗസ് ഹോൾഡ് ആർക്ക് കൊടുക്കുന്നുണ്ടാവും, ഫേമിന് കൊടുക്കുന്നുണ്ടാവും. അപ്പോൾ ഇവിടെ തമ്മിലുള്ള ആ ഒരു സർക്കുലർ ഫ്ലോനാണ് ആക്ച്വലി നമ്മൾ എന്ത് പറയുന്നത്, സർക്കുലർ ഫ്ലോ ഇൻകം ഇൻ 2 sector മോഡൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഏതായിരിക്കും കറക്റ്റ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഹൗസ് ഹോൾഡ് റിസീവ് ദ ഫാക്ടർ സർവീസ് ഫ്രം ദി ഫേം, ഒരിക്കലല്ല. കാരണം എന്താണ്, ഫേം ആണ് എന്ത് ചെയ്യുന്നത്, ഫാക്ടർ സർവീസ് എന്ത് ചെയ്യുന്നത് ഹൗസ് ഹോൾഡിൻ്റെ കയ്യിൽ നിന്ന് റിസീവ് ചെയ്യുന്നത് അല്ലേ. സെക്കൻഡ് എന്താ പറയുന്നത്, ഹൗസ് ഹോൾഡ് ഇൻവെസ്റ്റ് വൈൽ ദ ഫേം സേവ്സ്, ഒരിക്കലും പറയില്ല. സോ ഇതെന്താ, ഇത് റോങ് ആട്ടോ. Then second ഓപ്ഷനും എന്താണ്, റോങ് ആണ്. Then third, firm produce the goods and services. Of course നമുക്കറിയില്ല, ഫേം ആണല്ലോ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. Then household supply the factor service to the government വരില്ല. കാരണം എന്താണ്, ഇത് 2 sector മോഡൽ എവിടെയാണ് ഗവൺമെൻറ്, 2 sector മോഡൽ ഗവൺമെൻറ് വരില്ല. 2 sector മോഡൽ ആരേ വരുന്നുള്ളൂ, ഹൗസ് ഹോൾഡും വരുന്നുള്ളൂ, പിന്നെന്താണ് ഫേംസ് വരുന്നുള്ളൂ. പിന്നെ അവിടെ എവിടെയാണ് ഗവൺമെൻറ് വരുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, 2 sector മോഡൽ ഗവൺമെൻറ്റിന് കൊണ്ടുവരാൻ പറ്റില്ല. ഇവിടെ ആക്ച്വലി എന്താണ്, ടു ദി ആരാണ്, ഫേം ആണ് വരുന്നത് അല്ലേ. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്, റോങ് ആണെന്ന് നമുക്ക് പറയാം. സോ ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഏതാണ്, സോ 3 ആണ് ഇതിന് പറയുന്നത് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. കിട്ടിയോ, ഓക്കെ ആണല്ലോ. Then 90th question, the European Monetary Union was created in which year? European Monetary Union was created which year? ഏത് ഇയർ ആണ്, any idea? ജസ്റ്റ് നോക്കി നോക്കൂ. ഇത്രയും സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യാം, സ്കിപ്പ് ചെയ്യാതിരിക്കാം. ഏത് ഇയർ ആയിരിക്കും, ഏത് ഇയറാണ്? ഇനി ഐഡിയ ഗസ് ചെയ്യോ നിങ്ങൾ? എന്നാൽ ഇതിൻ്റെ ആൻസർ നിങ്ങൾ എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യാം, നിങ്ങൾ കമൻറ്റ് ചെയ്യാം. ഇത് വളരെ സിമ്പിളല്ലേ. ഇതിൻ്റെ ആൻസർ എന്ത് ചെയ്യുക, നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യുക, ഒന്ന് കമൻറ്റ് ചെയ്യാം. നോക്കട്ടെ നിങ്ങൾക്ക് എത്ര പേർക്ക് കിട്ടുമെന്നുള്ളത് നോക്കാമല്ലോ. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ നിങ്ങൾ എന്ത് ചെയ്യാൻ ചലഞ്ച് ചെയ്യാം. ഇതിൻ്റെ ആൻസർ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. കമൻറ്റ് ചെയ്യണോ? ഓക്കെ, പറയണോ? ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത് നോക്കിയാൽ എന്തായാലും ഞാനത് റിവീൽ ചെയ്യും ഇതിൻ്റെ ആൻസർ. സോ ഇതിൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് 1999 ആണ് കേട്ടോ. ഇതിൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് 1999 ആണ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, വെൻ ദർ ഇസ് അൺഎക്സ്പെക്റ്റഡ് റൈസ് ഇൻ ദി സെയിൽസ്, അതായത് നമ്മൾ പ്രതീക്ഷിക്കാതെ എന്താണ് സെയിൽസ് എന്ത് ചെയ്യാണ്, കൂടാന്ന് വിചാരിക്കാം. എന്താണ് സംഭവിക്കാൻ നോക്കാം. അഗ്രിഗേറ്റ് ഡിമാൻഡ് വുഡ് ഡിക്ലൈൻ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാം.
സെയിൽസ് കൂടുക എന്ന് പറയുമ്പോൾ ആക്ച്വലി എന്താണ് അഗ്രിഗേറ്റ് ഡിമാൻഡ് കൂടുന്നതുകൊണ്ടല്ല ആക്ച്വലി സെയിൽസ് കൂടുന്നത്. അപ്പോൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ഫസ്റ്റത്തെ ഓപ്ഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ശരിയാന്ന് പറയാൻ പറ്റില്ല. അഗ്രിഗേറ്റ് ഡിമാൻഡ് കൂടാണ് ചെയ്യുക. സെയിൽസ് കൂടുന്നതിൻ്റെ ബേസിക് റീസൺ എന്ന് പറയുന്നത് അഗ്രിഗേറ്റ് ഡിമാൻഡ് കൂടുന്നതാണ്. അപ്പോൾ ഫസ്റ്റത്തെ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നതാണ് ഇൻകറക്റ്റ് ആണ്. ആൻഡ് സെക്കൻഡ് ഓപ്ഷൻ എന്താ, ദർ വിൽ ബി അൺപ്ലാൻഡ് അക്യുമുലേഷൻ ഓഫ് ദി ഇൻവെന്ററീസ്. ദർ വിൽ ബി അൺപ്ലാൻഡ് അക്യുമുലേഷൻ ഓഫ് ദി ഇൻവെന്ററീസ്. ഇൻവെന്ററീസ് എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾ എന്ത് ചെയ്യണം, റോ മെറ്റീരിയൽസും അതുപോലെ തന്നെ സെമി പ്രൊഡ്യൂസ്ഡ് ഗുഡ്സും സെമി ഫൈനലൈസ് ചെയ്തിട്ടുള്ള ഗുഡ്സുകളും അതായത് ഫൈനൽ ഗുഡ്സുകൾ, ഇതിനൊക്കെയാണ് നമ്മൾ എന്ത് പറയുക, ഇൻവെന്ററീസ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഇതെന്താണ്, സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് എന്താണ്, റോങ് ആണ് അല്ലേ. ദെൻ തേർഡ് സ്റ്റേറ്റ്മെന്റ് എന്താ പറയുക, ദർ വിൽ ബി ദ അൺപ്ലാൻഡ് ഡിക്യുമുലേഷൻ ഓഫ് ദി ഇൻവെന്ററീസ്. ഇത് ഇസ് കറക്റ്റ് ആൻസർ കേട്ടോ. ഇതിൻ്റെ തേർഡ് വൺ ആണ് ഇസ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. നോർമൽ പ്രോഫിറ്റ് വിൽ ബി ലോവർ, ഒരിക്കലില്ല. കാരണം എന്താണ്, നമ്മുടെ സെയിൽസ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഇൻക്രീസ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് നമ്മുടെ പ്രോഫിറ്റ് കുറയുക, സെയിൽസ് കൂടുന്ന സമയത്ത് പ്രോഫിറ്റ് കൂടല്ല ചെയ്യുക. ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഏതാണ്, ഓപ്ഷൻ 3 ആണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. സോ ഇനി 21 ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്, സെക്കൻഡ് ഫേസ് ഓഫ് ദി ഗ്രീൻ റെവല്യൂഷൻ ടേം. ഗ്രീൻ റെവല്യൂഷൻ ഏത് ഇയറിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, നമുക്കറിയാമല്ലേ 1960, 67, 66 ആ ഒരു റേഞ്ചിലേക്കാണ് എന്ത് പറയുന്നത് നമ്മുടെ ഗ്രീൻ റെവല്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ. ഗ്രീൻ റെവല്യൂഷൻ്റെ ഫാദർ ആരാ, ഇന്ത്യൻ ഫാദർ ആരാ, MS സ്വാമിനാഥനാണല്ലേ. സോ നമുക്കറിയാം അല്ലേ. അപ്പോൾ ഗ്രീൻ റെവല്യൂഷൻ്റെ ഫസ്റ്റ് ഫേസ് എന്ന് പറയുന്നത് എന്താണ്, 1960 to 1970s ആണ് മിഡിൽ. സോ ഇതിൻ്റെ സെക്കൻഡ് ഫേസ് എന്ന് പറയുന്നത് ഇപ്പോഴായിരിക്കും മിഡ് 1970s to മിഡ് 1980 ആണ് എന്ന് പറയുന്നത് നമ്മുടെ സെക്കൻഡ് എന്ന് പറയുന്നത് സ്റ്റേജ് ആയിട്ട് വരുന്നത്. ഓക്കെ ഫൈൻ. സോ 23 ക്വസ്റ്റ്യൻ നമ്മൾ എക്സാൻഡ് എക്സ്പോസ് നേരത്തെ കണ്ടു അല്ലേ. സോ എക്സ്പോസ് എന്ന് പറയുന്നത് എന്താണ്, ആക്ച്വലി ഒക്കർ ആവുന്നതാണ്. എക്സാൻഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും, പ്ലാൻഡ് ആയിരിക്കും അല്ലേ. അപ്പോൾ ഇതിൽ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തുകൊണ്ട് നമുക്കിത് അറ്റൻഡ് ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, പല സ്റ്റേറ്റ്മെൻറ്റുകൾ ഇപ്പോൾ ഒരു സ്ഥലത്ത് പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് എന്ത് ചെയ്യാം, വേറൊരു സ്ഥലത്ത് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുണ്ടായിരിക്കാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ, ക്വസ്റ്റ്യൻസ് വായിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഓരോ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യണം, നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടാവണം. അപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നത് വെച്ചാൽ, ഇവിടെ പറഞ്ഞിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് ചിലപ്പോൾ ക്വസ്റ്റ്യൻ ആയിട്ട് വേറെ ഏതെങ്കിലും ക്വസ്റ്റ്യൻ നമ്പറിൽ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ട് ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ. അപ്പോൾ ഇതുപോലെ ഉണ്ടാവും ക്വസ്റ്റ്യൻ. ഇപ്പോൾ ഓഫ് കോഴ്സ് നമ്മുടെ നെറ്റ് എക്സാമിന് പോലും അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുത്തുന്നുണ്ട്. അപ്പോൾ അങ്ങനെ എന്ത് ചെയ്യണം, നിങ്ങൾ വളരെയധികം എന്ത് ചെയ്യണം, വളരെ കോൺഷ്യസ് ആയിട്ട് നിങ്ങൾ നിൽക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതിലെന്താ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്, എക്സ് ആൻഡ് സേവിങ്സ് റെപ്രസെൻറ്റ് വാട്ട് ഇസ് ആക്ച്വലി പ്ലാൻ ടു സേവ്. എക്സ്പോസ് സേവിങ് റെപ്രസെൻറ്റ് വാട്ട് ആക്ച്വലി പ്ലാൻ ടു സേവ്. നമുക്ക് എക്സ്പോസ് ആണ് ആക്ച്വലി എന്ത് പറയുന്നത്, ആക്ച്വലി ഹാപ്പൻ ആവുന്നത്, ആക്ച്വലി ഒക്കർ ആവുന്നതിനാണ് നമ്മൾ എന്ത് പറയുക, എക്സ്പോസ് എന്ന് പറയുന്നത് അല്ലേ. സോ ഇതിൻ്റെ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് അതായത് ബി ആണ് ഇതിൻ്റെ കറക്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത് അല്ലേ. ബി ആണോ കറക്റ്റ് ആൻസർ. എക്സ് ആൻഡ് എക്സ്പോസ് സേവിങ്സ് ഡിസ്പൈറ്റ് ദ വാട്ട് ആക്ച്വലി ഹാപ്പൻഡ്. സേവിങ്സ് ആക്ച്വലി പ്ലാൻ ടു, നോ. എക്സ് ആൻഡ് സേവിങ്സ് റെപ്രസെൻറ്റ് ആക്ച്വലി പ്ലാൻ ടു സേവ് അല്ലേ. അപ്പോൾ എന്താണ് പ്ലാന്റ് വരുന്നതാണ് എന്ത് പറയുന്നത്, എക്സ് ആൻഡ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ എന്തായിരിക്കും എ കറക്റ്റ് ആണ് അല്ലേ. എക്സ്പോസ് സേവിങ് റെപ്രസെൻറ്റ് ആക്ച്വലി പ്ലാന്റ്, എന്താണ് എക്സ്പോസ് എന്ന് പറഞ്ഞാൽ പ്ലാന്റ് അല്ല, അതെന്താണ് ആക്ച്വലി ഹാപ്പൻഡ് ആണ് അല്ലേ. അപ്പോൾ എന്താണ് ബി എന്താണ് റോങ് ആണ്. ദെൻ സി എന്താ വരുന്നത്, എക്സ്പോസ് സേവിങ് ഡിപൈറ്റ്സ് ദ വാട്ട് ആക്ച്വലി ഹാപ്പൻഡ്. എക്സ്പോസ് അല്ലേ, എക്സ്പോസ് യെസ് നമുക്കറിയാം. എക്സ് ആൻഡ് പോസ്റ്റ് സേവിങ് റെപ്രസെൻറ്റ് വാട്ട് ആക്ച്വലി സേവ്. അപ്പോൾ ഇതും എന്താണ് റോങ് ആണ്. സോ ഇതിൻ്റെ കറക്റ്റ് ആൻസർ ആണ് എ ആൻഡ് സി ആണ്. എ ആൻഡ് സി വരുന്നത് എന്താണ് 2 ആണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് അല്ലേ. എക്സ് ആൻഡ് എന്ന് പറയുന്നത് എപ്പോഴും പ്ലാൻഡും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതുമാണ്. എന്നാൽ എക്സ്പോസ് എന്ന് പറയുന്നത് എന്തായിരിക്കും, എപ്പോഴും ഹാപ്പൻ ആവുന്നില്ലേ, എപ്പോഴും ഒക്കർ ആവുന്നതിനാണ് നമ്മൾ എന്ത് പറയാം, എക്സ്പോസ് എന്ന് പറയുന്നത്. ഓക്കെ ഫൈൻ. 24ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോകുന്നു ഗായ്സ്. 24ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. വീണ്ടും ക്രോണോളജിയാണ് നോക്കാം. ഏതെങ്കിലും നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഏതെങ്കിലും ഒരു എന്താണ് ഓപ്ഷൻ, ഏതെങ്കിലും ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ഫെമിലിയർ ആണോ എന്ന് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ്, ഏതാണ് ആദ്യം ഹാപ്പൻ ആയത്, ഏതാണ് ഏറ്റവും അവസാനം ഹാപ്പൻ ആയത്, ഇതാണ് ബേസിക്കലി നമ്മളോട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യന്. സോ നമുക്കറിയാം, ഇതിൽ നേരത്തെ ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളൊരു ക്ലൂ ഉണ്ടായിരുന്നു അല്ലേ. എന്താണ് നാഷണലൈസേഷൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നാഷണലൈസേഷൻ ഞാൻ പറഞ്ഞത് 1969 എന്നുള്ള കോൺസെപ്റ്റ്, ഇറ്റ്സ് 1949 ആട്ടോ. ഇറ്റ്സ് നാഷണലൈസേഷൻ വരുന്നതാണ് 1949 സോ 1949 എന്ത് പറയുന്നത് നമ്മുടെ നാഷണലൈസേഷൻ വരുന്നത് കേട്ടോ. 1949 എന്ത് പറയുന്നത് നമ്മുടെ നാഷണലൈസേഷൻ വരുന്നത് കേട്ടോ. അപ്പോൾ അത് ആ സാധനം കിട്ടില്ലേ, 1949 എന്ത് വരുന്നത് നമ്മുടെ നാഷണലൈസേഷൻ വരുന്നത്. ദെൻ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ദി നബാർഡ്. നബാർഡ് എന്താണ്, അഗ്രികൾച്ചർ ബാങ്കിങ് സിസ്റ്റം ആണ് അല്ലേ. നബാർഡ് വരുന്നത് ഏത് ഇയർ ആയിരുന്നു, നബാർഡ് ഏത് ഇയർ ആണ്, ഇനി ഐഡിയ 1982 കേട്ടോ. 1982 എന്ത് വരുന്നത് നമ്മുടെ നബാർഡ് വരുന്നത്. 1982 നബാർഡ് വരുന്നത്. FRBMA ആക്ട്
FRBM ആക്ട് ഏത് ഇയറാണ് വരുന്നത്? ഏത് ഇയറാണ് വരുന്നത്? 2003 എന്ത് വരുന്നത്? FRBM ആക്ട് വരുന്നത് 2003 എന്ത് വരുന്നത്? FRBM ആക്ട് വരുന്നത് കേട്ടോ. ദെൻ തേർഡ് 5 ഇയർ പ്ലാൻ 1961 to 1966 1961 to 1966. സോ ക്രോണോളജി നമുക്ക് കിട്ടിയല്ലോ അല്ലേ? ഫസ്റ്റ് വന്നിട്ടുള്ള എന്താണ്? RBI നാഷണലൈസ് ചെയ്തു അല്ലേ? നമ്മൾ എന്ത് ചെയ്തു? RBI എന്ത് ചെയ്തു? ആദ്യം നമ്മൾ എന്ത് ചെയ്തു? RBI നാഷണലൈസ് ചെയ്യാണ് ചെയ്തിട്ടുള്ളത് 1949. സോ ഡി ഇസ് എ ഫസ്റ്റ് വൺ ആൻഡ് ദി സെക്കൻഡ് എന്താണ്? ഡി ഇസ് എ ഫസ്റ്റ് വൺ. സോ നമ്മൾ ഡി ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ നേരെ അങ്ങോട്ട് പോയാൽ ശരിയാവില്ല. സോ ഡി ഫസ്റ്റാണ് നമുക്കറിയാം അല്ലേ? ദെൻ സെക്കൻഡ് ഏതാ വരുന്നത്? 1982. Then FRBM Act is 90. FRBM Act is വരുന്നത് it's 2003. FRBM Act it is 2003. ഓക്കെ, അപ്പം ഇതറിയാം അല്ലേ? ഡി ആണ് ഫസ്റ്റ് വന്നിട്ടുള്ളത്. ദെൻ എന്താണ് നമ്മൾ എന്ത് ചെയ്തു? നമ്മുടെ തേർഡ് 5 ഇയർ പ്ലാൻ അല്ലേ? ഡി ഫസ്റ്റ് വന്നു. ദെൻ സെക്കൻഡ് എന്ത് ചെയ്തിട്ടുണ്ട്? സി ആണ്. ദെൻ എ ആണ് വന്നിട്ടുള്ളത് അല്ലേ? തേർഡ് എ ആണ് വന്നിട്ടുള്ളത്. ദെൻ ബി ആണ് ഏറ്റവും ഫൈനലായിട്ട് വന്നിട്ടുള്ളത്. 1. സോ ഡി, സി, എ, ബി ഏതാണ്? സോ 4 is a correct answer. ക്ലിയർ ആണോ? 4 കറക്റ്റ് ആൻസർ ആണോ? 4 is a correct answer. ഓക്കെ, ഫൈൻ. സോ നമ്മുടെ ഏറ്റവും ഫൈനൽ ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവാണ്. ദ കാഷ്വലൈസേഷൻ ഓഫ് ദ വർക്കേഴ്സ് വുഡ് റിസൾട്ട് ഇൻ. കാഷ്വലൈസേഷൻ ഓഫ് ദ വർക്കേഴ്സ് വുഡ് റിസൾട്ട് എന്താണ്? ഡിഗ്രീസ് ഇൻ ദ vulnerability of the workforce and the increase in the vulnerability of the workforce and the increase in the number of the regular workers and the income and employment stability. ഇതിൽ ഏതായിരിക്കും കറക്റ്റ് ആൻസർ ആവാം? നമ്മൾ യൂഷ്വലി കുറേ കേട്ടിട്ടുള്ള ഒരു ടേം അല്ലേ? സോ ഇതിൻ്റെ കറക്റ്റ് നമുക്കൊരു ഡൗട്ടും ഇല്ല അല്ലേ? സോ ഇൻക്രീസ് ഇൻ ദ വളനറബിലിറ്റി ഓഫ് ദി വർക്ക് ഫോഴ്സ് ആണ് ഇതിന് ഇത് പറയുന്നത് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് അല്ലേ? ഓക്കെ, സോ കഴിഞ്ഞോ? മൊത്തം പോർഷൻ കഴിഞ്ഞോ? യെസ്. സോ നമ്മൾ ഇന്ന് വെറും 25 ക്വസ്റ്റ്യൻസ് മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. വളരെ റാൻഡംലി ചൂസ് ചെയ്തിട്ടുള്ളൊരു ക്വസ്റ്റ്യൻസ് ആയിരുന്നു നമ്മളിന്ന് ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ഇനി വരുന്ന പാർട്ടുകൾ നമുക്ക് എന്ത് ചെയ്യണം? ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് കൂടെ നമ്മൾ എന്ത് ചെയ്യണം? അനലൈസ് ചെയ്യണം. പ്ലസ് നമ്മുടെ CUT ട്യൂട്ടോറിയലിൻ്റെ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. സോ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് വളരെ അടിപൊളിയായിട്ട് നമുക്ക് ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടതുണ്ട്. സോ നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കുന്നതാണ്. സോ നമ്മുടെ CUT ട്യൂട്ടോറിയൽ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കുന്നതാണ്. സോ എനി കൈൻഡ് ഓഫ് ഹെൽപ്പ് എനി കൈൻഡ് ഓഫ് എന്താ പറയുക ഇൻഫർമേഷൻ നിങ്ങൾക്ക് എന്തും റിലേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യാവുന്നതാണ്? ഇവിടെ ചോദിക്കാവുന്നതാണ്. നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. സോ നമുക്ക് നല്ല അടിപൊളിയായിട്ട് തന്നെ പഠിക്കണം. അപ്പോൾ എന്ത് ചെയ്യുക? നല്ല രീതിയിൽ തന്നെ പഠിച്ച് മൂവ് ഓൺ ചെയ്യുക. സോ നെക്സ്റ്റ് പാർട്ടായിട്ട് ഞാൻ വരാം. സോ എന്തായാലും ഇന്ന് നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക? മാക്സിമം എന്ത് ചെയ്യുക? ഒന്ന് റെഫർ ചെയ്യുക. അതുപോലെ തന്നെ അതിന് കൂടുതൽ ഇൻഫർമേഷനും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക? നിങ്ങൾ കളക്ട് ചെയ്ത് വെക്കുക. സോ നന്നായിട്ട് തന്നെ പഠിക്കുക. വിഷ് ഓൾ ദ വെരി ബെസ്റ്റ്.